തുടർന്ന് കുഴൽനാടൻ തന്നെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ, മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ പറയാത്ത ചില കാര്യങ്ങൾ, വലിയ തെളിവ്, ഭയങ്കരമായ തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേസ് നൽകുന്ന നിലയുണ്ടായി. ഓരോ കേസ് കൊടുക്കുമ്പോഴും അതിൻ്റെ ഉള്ളടക്കം സംബന്ധിച്ചുള്ള പത്രസമ്മേളനങ്ങളുണ്ട്. ആ പത്രസമ്മേളനങ്ങളിലെ വാർത്ത കിട്ടിയാൽ ചൂടപ്പം പോലെ അത് രാജ്യത്തെ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള താല്പര്യപൂർവ്വമുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അതെല്ലാം കേരളത്തിലുള്ള എല്ലാവർക്കും നല്ലപോലെ അറിയുന്നതാണ്. പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും ഏറ്റവും അവസാനമായി കോടതി വ്യക്തമാക്കി. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. മാത്യു കുഴൽനാടൻ കോൺഗ്രസ് നേതാവാണ്, MLA ആണ്. നിരന്തരം മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് അതുമായി നിയമപരമായി നീങ്ങി ആ ഹർജി ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ രാഷ്ട്രീയമായി സമാധാനം പറയേണ്ടതുണ്ട്, വിശദീകരിക്കേണ്ടതുണ്ട്. അത് വിശദീകരിച്ച് തന്നെ കോൺഗ്രസും മാത്യു കുഴൽനാടനും മുന്നോട്ട് പോയേ മതിയാകൂ എന്നാണ് CPIM നിലപാട്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് വാർത്താ സമ്മേളനത്തിലൂടെ അത് ശക്തമായി അവതരിപ്പിക്കുകയും ചെയ്തു. രാഷ്ട്രീയ പ്രേരിതമാണ് മാത്യു കുഴൽനാടൻ്റെ നിലപാടുകൾ എന്ന് തുടക്കം മുതൽ CPIM വിശദീകരിച്ചിട്ടുള്ളതാണ്. അതാകെയും ശരിവെക്കുന്നതായി കോടതി വിധി വന്നത് ആ സാഹചര്യത്തിൽ ഒരു പറ്റം മാധ്യമങ്ങളെ ഒപ്പം ചേർത്തുകൊണ്ട് മാത്യു കുഴൽനാടനും കോൺഗ്രസും നടത്തി വന്ന രാഷ്ട്രീയ പ്രചാരണം അത് പാടെ പൊളിയുകയും വസ്തുത ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ അത് ആ തിരിച്ചടിയുടെ യാഥാർത്ഥ്യങ്ങളെ, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാതെ ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം അത് മാധ്യമങ്ങളായാലും കോൺഗ്രസ് പാർട്ടിയായാലും മാത്യു കുഴൽനാടനായാലും ചെയ്താൽ അത് ചോദിച്ചുകൊണ്ടേയിരിക്കും, ചോദിക്കും. ജനങ്ങൾക്ക് മുമ്പിൽ അത് പറയാൻ പാർട്ടിയെയും കോൺഗ്രസ് പാർട്ടിയെയും അതുപോലെ മാത്യു കുഴൽനാടനെയും നിർബന്ധിതരാക്കും. വിശ്വാസ്യത തകർക്കുന്ന മാധ്യമങ്ങൾ അവർക്ക് മുമ്പിൽ ഈ വിഷയം തുടർന്നും അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്ന നിലയിലാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് CPIM സംസ്ഥാന സെക്രട്ടറി സംസാരിച്ചത്. അതേ ദിവസം തന്നെയാണ് മാത്യു കുഴൽനാടൻ 16-ാം പ്രതിയായിട്ടുള്ള കേസിൽ വിജിലൻസ്, ഭൂമി കയ്യേറ്റ കേസിൽ വിജിലൻസ് FIR സമർപ്പിച്ചത്, വിജിലൻസ് കോടതിയിൽ തന്നെ FIR സമർപ്പിച്ചതും. അങ്ങനെ കുഴൽനാടൻ സമ്മാനിച്ച തിരിച്ചടികൾ ആർക്കൊക്കെയാണ് ഈ തിരിച്ചടി സമ്മാനിച്ചിട്ടുള്ളത് എന്നത് തന്നെയാണ് ഇന്നും ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം. ഇന്ന് നമ്മൾക്കൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് SK സജീഷ് CPIM, അഡ്വക്കേറ്റ് PM നിയാസ് കോൺഗ്രസ്, അഡ്വക്കേറ്റ് ലാൽകുമാർ ഇടതു നിരീക്ഷകൻ. ഇപ്പോൾ അഡ്വക്കേറ്റ് ലാൽകുമാർ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് ഈ ചർച്ചയിലേക്ക്. ആദ്യം ലാൽ, നമ്മൾ ഇന്നലെയും ഈ വിഷയം ചർച്ച ചെയ്തു. ആ സുപ്രധാനമായ വിധിന്യായത്തിൻ്റെ പല ഭാഗങ്ങളും എങ്ങനെയാണ് മാത്യു കുഴൽനാടൻ എന്ന അഭിഭാഷകന്, മാത്യു കുഴൽനാടൻ എന്ന ജനപ്രതിനിധിക്ക്, മാത്യു കുഴൽനാടൻ എന്ന കോൺഗ്രസ് നേതാവിന്, അതുവഴി കോൺഗ്രസ് പാർട്ടിക്കും ഒരു വലിയ വിശ്വാസ്യത നഷ്ടം വരുത്തിയിട്ടുള്ളത്. നിരന്തരം ഒരു രാഷ്ട്രീയാരോപണം മുഖ്യമന്ത്രിക്കെതിരെ വിവിധ വാർത്താ സമ്മേളനങ്ങളിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. പല പേപ്പറുകളും ഉയർത്തിക്കാട്ടി തെളിവുണ്ട് എന്ന് പറഞ്ഞു, തെളിവ് പലതും പുറത്തുവിടാൻ പോകുന്നു എന്ന് പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിച്ച് പൊളിറ്റിക്കൽ ബോംബ് പൊട്ടിക്കാൻ പോകുന്നു വാർത്താ സമ്മേളനങ്ങളിലൂടെ എന്ന് കേരളത്തിന് പരിചിതമില്ലാത്ത വിധത്തിലൂടെ വാർത്താ സമ്മേളനങ്ങൾ, വരാൻ പോകുന്ന വാർത്താ സമ്മേളനങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ ആഘോഷിച്ചു. അദ്ദേഹം ഒരു ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകൻ എന്ന നിലയിൽ കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ട് വലിയ പ്രചാരണം നടത്തി. പിണറായിക്ക് നേർക്കുനേരെ നേരിടാനുള്ള കോൺഗ്രസിലെ പ്രതിയോഗി താനാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ, ആ പാർട്ടിക്കുള്ളിൽ സൃഷ്ടിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഇതൊക്കെ വരുന്ന ഒരു പശ്ചാത്തലം കഴിഞ്ഞ വിധിയെ തുടർന്ന് ഇങ്ങോട്ട് കേരളം നിരന്തരം ചർച്ച ചെയ്തു വരികയാണ്. അത് ആ പാർട്ടിക്കുണ്ടാക്കിയ വലിയ തിരിച്ചടി എന്ന രാഷ്ട്രീയ പ്രശ്നം ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുകയാണോ? ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, CPIM തുടക്കം മുതൽ പറഞ്ഞു ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ ആരോപണങ്ങൾ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. കോടതി വിധി വന്നതോടെ CPIM അത് ആവർത്തിച്ചു പറയാനും അതിന് മറുപടി പറയാൻ കോൺഗ്രസിനെ നിർബന്ധിതമാക്കാനുമുള്ള അവകാശമില്ലേ, അവകാശമുണ്ടോ? നിശ്ചയമായും. നോക്കൂ, ആരോപണങ്ങൾ ഒരു ദിവസം നിങ്ങൾ ഓൺ എയർ വന്ന് പറയുകയാണ്. അത് ആർക്കെതിരെയാണ് പറയുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയാണ്. മുഖ്യമന്ത്രിക്കെതിരെ ഒരു കാര്യം പറയുമ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറ്റൻഷൻ കിട്ടും, മാധ്യമങ്ങളുടെ അറ്റൻഷൻ കിട്ടും. മാധ്യമങ്ങൾ മാത്യുവിന്റെ പുറകെ നടക്കുമായിരുന്നു. മാത്യു എന്ത് പറയുന്നു എന്നുള്ളത് മാത്യുവിന്റെ വാർത്താ സമ്മേളനം 11 മണിക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് വലിയൊരു പ്രചരണമാണ്. ഒരു MLA വാർത്താ സമ്മേളനത്തിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു സമയമില്ല. അദ്ദേഹം ഒരുപാട് ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചു. ആ ആരോപണങ്ങളെല്ലാം കാറ്റിൽ പറന്നുപോയി എന്നുള്ളതാണ് സത്യം. അപ്പൊ അങ്ങനെ കാറ്റിൽ പറന്നുപോയത് നമ്മൾ രാഷ്ട്രീയമായി മാത്രമല്ല, ലീഗലി അത് പോയി. ലീഗലി അദ്ദേഹത്തിന് ഒരു സെറ്റ് ബാക്ക് ഉണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ
പൊസിഷൻ ഡിഫീറ്റഡ് ആയിരിക്കുന്നു അല്ലെ? അങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തിൽ മാത്യുവിന് എതിരെ ഒരു ജഡ്ജ്മെന്റ് വന്നതുകൊണ്ട് ആ ജഡ്ജ്മെന്റ് ഇത് അവസാനിക്കുന്നില്ല. കാര്യം അദ്ദേഹം തൊടുത്തുവിട്ട ഈ പറയുന്ന അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു കള്ളത്തരത്തിന്റെ ഒരു ഇതുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചതിന്റെ ഒരു വിഷയമുണ്ടല്ലോ, അത് രാഷ്ട്രീയമായി നേരിടാൻ ഇപ്പുറത്തിരിക്കുന്നവർ നോക്കില്ലേ? ഇപ്പൊ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് ആ അർത്ഥത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈവൻ എന്നെ സംബന്ധിച്ചിടത്തോളം പോലും, കാര്യം ഞാനൊരു CPM അനുഭാവിയാണ്, ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ, ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു നേതാവിനെതിരെ ഒരു ഫോൾസ് അലിഗേഷൻ കൊണ്ടുവന്ന് ആ ഫോൾസ് അലിഗേഷൻ സർഫസിൽ നിർത്തുകയും ആ സർഫസിൽ നിർത്തി ഈ നിഷ്പക്ഷരായ ജനങ്ങൾ, കോൺഗ്രസ്സുകാരുടെ കാര്യം പോട്ടെ, നിഷ്പക്ഷരായ ജനങ്ങളുടെ മുന്നിൽ ഇദ്ദേഹം ഒരു വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്, എന്തേലും ഇല്ലാതെ ഇങ്ങനൊരാൾ പറയൂ. നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ യൂസേജാണ്, എന്തേലും ഇല്ലാതെ ഇങ്ങനെ പറയൂ. എന്നെ കേൾക്കേണ്ട ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്തേലും ഇല്ലെങ്കിലും ഇതൊക്കെ പറയും. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പറയുന്ന വിജിലൻസ് കോടതിയുടെ വിധിക്കകത്ത് ഇതെല്ലാം റദ്ദ് ചെയ്ത്, മാത്യു പറഞ്ഞ ഓരോ കാര്യങ്ങളും റദ്ദ് ചെയ്ത് കളഞ്ഞില്ലേ? കാര്യം അദ്ദേഹം ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്ന പോയിന്റ്, മാത്യു കുഴൽനാടൻ ഒരു ദിവസം വന്ന് ഒരു 50 അലിഗേഷൻസ് അങ്ങ് മുഖ്യമന്ത്രിക്കെതിരെ വെക്കുക. ആ അലിഗേഷൻസ് എല്ലാം അദ്ദേഹം ലീഗലി കണ്ടസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ ലീഗൽ കണ്ടസ്റ്റിങ്ങിന് ശേഷം അദ്ദേഹം അവിടെ പരാജയപ്പെടുന്നു. ആ പരാജയപ്പെട്ടുകൊണ്ട് ഇതെല്ലാം അവസാനിച്ചു, എല്ലാം മാഞ്ഞു പോട്ടെ എന്ന് പറയുന്ന പരിപാടി ഇല്ല. കാര്യം അദ്ദേഹം ആദ്യം നടത്തിയത് രാഷ്ട്രീയ ആരോപണങ്ങളാണ്. നേരെ അദ്ദേഹം കോടതിയിലേക്കല്ല പോയത്. ഈ സംസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തി മുഖ്യമന്ത്രിയെ കള്ളനാക്കാനാണ് ശ്രമിച്ചത്. അപ്പൊ ആക്കാൻ ശ്രമിച്ച ആ വിഷയത്തിൽ നിങ്ങൾക്ക് വ്യക്തമായ ഒരു തിരിച്ചടി നേരിട്ടതിന് മറുപടി അദ്ദേഹം വ്യക്തമായി പറയണ്ടേ? അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു നേതാവ് എന്നുള്ള രീതിയിൽ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അതിന് മറുപടി പറയണ്ടേ? വ്യക്തമായ മറുപടി പറയണ്ടേ? പറഞ്ഞു ഒഴിയുന്ന കാര്യമല്ല പറയുന്നത്. ഈ വിഷയം തോറ്റതുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പൊ അവർ പറയുന്നത് എന്താ? ഇന്നലെ ഉൾപ്പെടെയുള്ള ചർച്ചയിൽ അവർ പറയാൻ ശ്രമിക്കുന്നത് ഇതുകൊണ്ട് അവസാനിച്ചില്ലല്ലോ എന്നുള്ളതല്ലല്ലോ ഈ കോടതി വിധിയെ നിങ്ങൾ മാനിക്കുന്നോ? ഈ കോടതി വിധിയിൽ തെറ്റുണ്ടോ അല്ലെങ്കിൽ ശരിയുണ്ടോ? ഇതുമായി വ്യക്തതയിൽ നിങ്ങൾ കാര്യങ്ങൾ പറയട്ടെ. അങ്ങനെ പറയണ്ടേ? അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവർ പറയുന്നത് സുപ്രീം കോടതി വരെ ഉണ്ടല്ലോ. സുപ്രീം കോടതി വരെ ഈ വിഷയത്തിന്റെ മെറിറ്റ് പരിശോധിച്ച് വരുമ്പോഴത്തേനും നമ്മളൊക്കെ കുഴിയിലാവും. അപ്പൊ അങ്ങനല്ലല്ലോ ഒരു രാഷ്ട്രീയ വിഷയത്തിൽ മറുപടി പറയേണ്ടത്. അപ്പൊ നിങ്ങൾ ഓൾറെഡി തോറ്റിരിക്കുന്നു. ആ തോറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നേരെ കോടതിയിലേക്ക് പോയിരുന്നുവെങ്കിൽ, നേരെ അദ്ദേഹം കോടതിയിലേക്കാ പോകുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെടേണ്ട കാര്യമില്ല. ഇപ്പൊ പിണറായി വിജയനും അല്ലെങ്കിൽ പിണറായി വിജയന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു അഴിമതി നടത്തിയിരിക്കുന്നു. അതിനെതിരെ വിജിലൻസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നു. ആ വിജിലൻസ് കംപ്ലൈന്റ് കൊടുക്കാത്തതിന് അദ്ദേഹം കോടതിയിലേക്ക് പോകുന്നു. അതല്ലല്ലോ കുഴൽനാടൻ ചെയ്തത്. കുഴൽനാടൻ ആദ്യം ചെയ്തത് രാഷ്ട്രീയ ആരോപണങ്ങളാണ്. അല്ലെങ്കിൽ മാത്യു ആദ്യം ചെയ്തത് ഈ പറയുന്ന പരമാവധി അതിൽ നിന്നുള്ള പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ആ പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കുന്നത് ഇപ്പുറത്ത് നിൽക്കുന്ന ടോളസ്റ്റ് ലീഡറിനെ വെച്ചിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ആ ടോളസ്റ്റ് ലീഡറിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർ ചുമ്മാതിരിക്കത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ മറുപടി, ഈ പറയുന്ന വിധിയുമായി ചേർത്ത് വെച്ചുള്ള രാഷ്ട്രീയ മറുപടി ആവശ്യമാണ്. അതിന് ഞഞ്ഞാ വർത്താനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞാൻ ആ പറയുന്ന വാക്കിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഞഞ്ഞാ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ വ്യക്തമായ മറുപടി ഈ പറയുന്ന വിജിലൻസ് കോടതിയുടെ വിധിയെ അടിസ്ഥാനപ്പെടുത്തി പറയണം. അവിടുത്തെ കോടതിയുടെ ഒബ്സർവേഷനെ നിങ്ങൾ കണ്ണിച്ചുകൊണ്ട് ജനങ്ങളുടെ അടുക്ക് രാഷ്ട്രീയ മറുപടി പറയണം. കാര്യം ഈ പറയുന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹം കോടതിയിൽ മാത്രം പറഞ്ഞതല്ല. മാത്യു കുഴൽനാടന്റെ ലാല് പറഞ്ഞ് ഞഞ്ഞാമിഞ്ഞ എന്നൊക്കെ പറഞ്ഞല്ലോ. മാത്യു കുഴൽനാടൻ വിധി വന്നതിന് ശേഷം വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും പറഞ്ഞതൊക്കെ ഈ ഞഞ്ഞാപിഞ്ഞ വർത്തമാനമാണോ? താങ്കളൊരു അഭിഭാഷകനാണല്ലോ. മാത്യുവിന്റെ ലീഗൽ എക്സ്പെർട്ടീസിനും അല്ലെ മാത്യു ലിറ്റിഗേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് സെയിം പ്രൊഫഷൻ നിൽക്കുന്ന ഒരാൾ ഐ വിൽ നോട്ട് ഡു ദാറ്റ്. അതവിടെ നിൽക്കട്ടെ. അത് അദ്ദേഹം ലീഗൽ പ്രൊഫഷൻ നിൽക്കുക, കേസ് ജയിക്കും തോക്കും, അതൊക്കെ വേറൊരു വിഷയമാണ്. എന്റെ പ്രശ്നം ഞാൻ അതേക്കുറിച്ചല്ല ചോദിച്ചത്. പത്രസമ്മേളനത്തിൽ അദ്ദേഹം സംസാരിച്ചതിനെ കുറിച്ചാണ്. കോടതിയിൽ കേസ് തോറ്റതിന് ശേഷം കക്ഷികൾ കോടതിയിലേക്ക് വീണ്ടും പോകും, അല്ലെങ്കിൽ കക്ഷികൾ അതുമായി വക്കീലുമാരായിട്ട് ആലോചിച്ച് അപ്പീൽ കൊടുക്കുന്ന നടപടികൾക്ക്. ഇവിടെ മാത്യു കുഴൽനാടൻ എന്ന ഹർജിക്കാരൻ വന്ന് വാർത്താ സമ്മേളനം നടത്തി പബ്ലിക് ഡൊമൈനിൽ മാധ്യമങ്ങളിലൂടെ സംസാരിക്കുമ്പോൾ അതിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് ഒരു ക്ലാരിറ്റിയുള്ള ഒരു ആശയവ്യക്തതയുള്ള കുഴൽനാടനാണോ അതോ താങ്കൾ പറഞ്ഞ ഇൻവെർട്ടർ കോമയിലെ സാധനമായിരുന്നോ? അല്ല, ഇതിനകത്തെ പ്രശ്നം
മാത്യു ആദ്യം പറഞ്ഞത് തന്നെ എല്ലാം മിയർ അലിഗേഷൻസ് ആണെന്നുള്ളത് വ്യക്തമായില്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ ശരത് ചേട്ടാ, നിങ്ങൾ എന്താണ് മാത്യുവിൽ നിന്ന് ബാക്കി പ്രതീക്ഷിക്കുന്നേ? ലുക്ക്, ആസ് എ മീഡിയ പേഴ്സൺ നിങ്ങൾ അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. ആദ്യം പറഞ്ഞതെല്ലാം ഇത് മിയർ അലിഗേഷൻ ആണെന്ന് ഒരു കോടതിയുടെ ഓർഡറിനകത്ത് 29 പേജുള്ള ഒരു ഉത്തരവിൽ അത് വ്യക്തമായി നമ്മുടെ മുന്നിൽ നിൽക്കുക. പിന്നെ മാത്യു എന്ത് പറയണമെന്നായി പറയുന്നേ? മാത്യുവിന് ഇതേ പറയാൻ പറ്റൂ. മാത്യുവിന് ഒരു സോളിഡ് ആൻസർ ഒന്നും ഇല്ല. മാത്യുവിന് ഇനി ഒരു മാത്യു ഒന്ന് തല പൊക്കണമെങ്കിൽ ഈ വിഷയം ഹയർ കോർട്ടിലേക്ക് എടുത്ത് ഹയർ കോർട്ട് ഇതിന് മെറിറ്റ് ഉണ്ടോന്നുമല്ലോ ഒക്കെ പറഞ്ഞ് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു തരത്തിലൊരു അഡ്വേഴ്സ് ഇൻഫറൻസ് മുഖ്യമന്ത്രിക്കെതിരെ കോടതി നടത്തണം. അവിടെ വരെ മാത്യുവിന് തല താത്തിരിക്കാൻ മാത്രമേ പറ്റൂ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം മാത്യുവിനുണ്ട്. അതുകൊണ്ടാണ് പുള്ളിക്ക് ഒരു സെറ്റ് ബാക്ക് നേരിട്ടു എന്ന് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹം തന്നെ ഉപയോഗിച്ച വാക്കാണ്, സെറ്റ് ബാക്ക് നേരിട്ടു. അദ്ദേഹം ഡിഫീറ്റഡ് ആയി. ഈ പൊസിഷനിൽ ഈ പോയിന്റിന്റെ ക്രോസ് സെക്ഷൻ എടുത്താൽ ഹീസ് ബീൻ ഡിഫീറ്റഡ്. അതിനകത്ത് ഒരു സംശയവുമില്ല, അതിൽ തർക്കവുമില്ല. ഇവിടെ അഡ്വക്കേറ്റ് PM നിയാസ്, അദ്ദേഹം തന്നെ സംബന്ധിച്ച തിരിച്ചടി, നിയമപരമായ തിരിച്ചടി ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം, ഇത് രാഷ്ട്രീയമായ മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനങ്ങളിലൂടെ ആരോപിച്ച ഈ രാഷ്ട്രീയ ആരോപണം കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്തിരുന്നു, നിയമസഭയ്ക്കകത്തും പുറത്തും. അതടക്കമുള്ള കാര്യങ്ങളാണ് പരാജയപ്പെട്ടത്. അങ്ങനെ പരാജയപ്പെട്ടപ്പോൾ ഈ കേസിൻ്റെ വിധി വന്ന് ഏതാണ്ട് 48 മണിക്കൂർ കഴിഞ്ഞിട്ടും കോൺഗ്രസ് പാർട്ടി ഇതേക്കുറിച്ച് മാത്യു കുഴൽനാടൻ ആണ് ശരി എന്ന നിലയിൽ വളരെ ഖണ്ഡിതമായി നിങ്ങൾക്ക് രാഷ്ട്രീയമായി ഒരു വിശദീകരണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? കെ സുധാകരൻ പറഞ്ഞത് അദ്ദേഹം വലിയ ആളാണ്, വക്കീലാണ്, അതൊക്കെ സ്വന്തമായി ചെയ്തു പോകാൻ അതാണോ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട്? കാരണം മുഖ്യമന്ത്രിക്കെതിരെ രാഷ്ട്രീയ ആരോപണം ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോയത് കുഴൽനാടനും കോൺഗ്രസ് പാർട്ടിയുമാണ്. അപ്പോൾ ആ വിധിക്കുണ്ടാകുന്ന തിരിച്ചടിയെ തുടർന്ന് രാഷ്ട്രീയമായി വിശദീകരിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് ഇതുവരെ കഴിയാത്തത് തന്നെ ആ വിധിയുടെ ഗൗരവവും നിങ്ങൾക്കേറ്റ തിരിച്ചടിയുടെയും കൃത്യമായ ഉദാഹരണമല്ലേ? പ്രതിപക്ഷ നേതാവ് ആ നിലയിൽ ഇതിനെ അക്കമിട്ട് നിരത്തി ഈ വിധിക്കപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെ സ്ഥാപിച്ച് വിശദീകരിക്കാൻ കഴിഞ്ഞോ? മാത്യു കുഴൽനാടൻ ഇങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചു. അങ്ങനെ നോക്കിയാൽ ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ശരിയല്ലേ ശ്രീനിവാസ്? അതായത് മുഖ്യമന്ത്രിക്കെതിരായ മാത്യു കുഴൽനാടൻ്റെ ആരോപണങ്ങൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് CPIM അന്നു മുതൽ വിശദീകരിക്കുന്നു, സർക്കാർ പറയുന്നു. അതാകെയും കോടതി ശരിവെച്ചിരിക്കുന്നു. മാത്രമല്ല രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന വിധിയിൽ കോടതി തന്നെയും പറയുന്നു. CPIM നിലപാട് ശരിയായില്ലേ? CPM എന്നാണ് ഇതുപോലെ കോടതിയുടെ ഒരു പ്രാഥമിക വിധി അന്തിമ വിധിയാണെന്ന് അംഗീകരിക്കുന്നത്? കേരള ഹൈക്കോടതി കേരളത്തിലെ മുഖ്യമന്ത്രിക്കും കേരളത്തിലെ ഗവൺമെൻറ്റിനും മന്ത്രിമാർക്കുമെതിരെ എത്ര വിധികൾ കേരള ഹൈക്കോടതി വന്നിരുന്നു? അന്നൊക്കെ CPMൻ്റെ നിലപാടെന്തായിരുന്നു? കോടതിയിൽ CPMനും കേരളത്തിലെ മുഖ്യമന്ത്രിക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ എതിരെ എത്ര വിധികൾ വന്നു? ആ വിധികളൊക്കെ ഹൈക്കോടതിയിലല്ല, താഴെ കോടതിയിൽ വന്നാൽ പോലും നിങ്ങൾ പറയുന്ന നിലപാടെന്താണ്? കോടതിയിൽ മേൽക്കോടതിയിൽ പോകും. മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട താങ്കൾ ഉദ്ദേശിച്ച വിധി എത്ര എക്സലോജിക്കലിലെ വിധി, കോടതി വിധി, അതുപോലെ തന്നെ ഈ ഹൈക്കോടതി വിധി വന്നല്ലോ. എത്ര തവണ പരാമർശങ്ങളുണ്ടായി, വിധി വന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം, മുഖ്യമന്ത്രിക്കെതിരായ പരാമർശം ഏത്, എതിരായ വിധി ഏത്, ഏത് കോടതി? ഒരു മിനിറ്റ്. കോവിഡ് വന്നപ്പോൾ എക്സലോജിക്കൽ കമ്പനി കൊണ്ടുവന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നല്ലോ. ആ സംവിധാനത്തിനെതിരായി ഹൈക്കോടതിയിൽ നിന്നും കൃത്യമായി വിധി വന്നല്ലോ. അവസാനം കോടതിക്ക് ഗവൺമെൻറ്റിന് ആ കമ്പനിയുമായുള്ള കരാറ് പൂട്ടേണ്ടി വന്നല്ലോ. അത് സ്വകാര്യ അവകാശങ്ങളുടെ ലംഘനമാണെന്ന് വന്നല്ലോ. അതൊരു വിധി. രണ്ടാമത്തത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ബ്രൂവറി കേസിൽ വിധി നിങ്ങൾക്കെതിരായി വന്നില്ലേ? അപ്പോൾ നിങ്ങളെന്താ പറഞ്ഞത്? അതുപോലെ തന്നെ നിരവധികളായ കേരള ഗവൺമെൻറ്റിനെതിരായുള്ള വിധികൾ ഒന്നൊന്നായി പറയാൻ നിങ്ങൾ അവസരം തന്നാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എഴുതി കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു കാര്യം എൻ്റെ ലാൽകുമാറിനോട് അദ്ദേഹം ബേസിക്കലി ആയി ഒരു അഭിഭാഷകനാണെന്ന് അങ്ങ് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമാണ്. പക്ഷേ ഒരു താഴെ കോടതിയിലെ വിധി, ആ വിധി അന്തിമമാണ്. അതിൽ മറ്റൊന്നുമില്ല. അതിൽ മറ്റൊരു തരത്തിലുള്ള നീതിയും എല്ലാ തരത്തിലുള്ള നീതിയുടെ നടപടികളും അവസാനിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞ് ഞഞ്ഞാപിഞ്ഞ എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളല്ല, അത് അദ്ദേഹത്തിൻ്റെ മാത്രം ഭാഷ, അദ്ദേഹത്തിന് തന്നെ അതിരിക്കട്ടെ.
അങ്ങനെ ഒരു കോടതിയെക്കുറിച്ച് പറയുന്ന ഭാഷകളെക്കുറിച്ച് അദ്ദേഹം അങ്ങനെ പറയാമോ? തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. അതെ, കോടതിയിൽ ഒരു മിനിറ്റ് അങ്ങനെ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. നീ ഇങ്ങനെ ശരത്തെ ഞാൻ കോടതിയെ കുറിച്ച് എന്താ എപ്പോഴാണ് പറഞ്ഞത്? ചുമ്മാ താങ്കൾ വന്നിരുന്നു ഞാൻ കോടതിയെ കുറിച്ച് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ അങ്ങനെ അങ്ങേര് കേട്ടോണ്ടിരിക്കുകയാണോ? ഞാൻ അങ്ങനെ ഇരിക്കുകയല്ല. അദ്ദേഹം വിയോജിച്ചു നിയാസ്. അദ്ദേഹം അത് പറഞ്ഞത് കോൺഗ്രസ് നേതാക്കളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ലാൽകുമാർ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാൻ പറയാം. ഞാൻ ഇത്തവണ ലാൽകുമാർ തല്ലുകൂടാനില്ല. ലാൽകുമാർ പറഞ്ഞ് അവസാനിച്ചു എന്ന് താങ്കൾ പറഞ്ഞാൽ ഞാൻ തുടങ്ങിക്കോളാം. കോൺഗ്രസ് നേതാക്കൾ ഒരു മിനിറ്റ്. ലാൽകുമാർ പറഞ്ഞത് കൃത്യമായി അതാണ്. കോടതിയിൽ അദ്ദേഹം ഞഞ്ഞാപിഞ്ഞ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പറഞ്ഞത് കോടതിയിലെ ഒരു നടപടിയെ കുറിച്ചാണ്. അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ഞാൻ സംസാരിക്കുന്നില്ല. ലാലിനോട് സംസാരിച്ചോളം പറയും. അദ്ദേഹം പറഞ്ഞ് എപ്പോ തീരുന്നു അപ്പൊ ഞാൻ തുടങ്ങിക്കോളാം. അല്ല, വേറെ വിഷയത്തിലേക്കൊന്നും പോകണ്ടല്ലോ. ഇതിൽ അദ്ദേഹം പറഞ്ഞതിലുള്ള വിയോജിപ്പ് താങ്കൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഈ രീതിയിലാണെങ്കിൽ എനിക്ക് സംസാരിക്കണം ഒരു നിർബന്ധമില്ല. താങ്കൾ വിളിച്ചതുകൊണ്ട് ഞാൻ വന്നതാണ്. എല്ലാവരും അങ്ങനെ തന്നെ. ലാലായാലും ശ്രീ നിയാസ് ആയാലും ശ്രീ സജീഷ് ആയാലും ഒക്കെ ഞങ്ങൾ പറഞ്ഞതുകൊണ്ടും ക്ഷണിച്ചതുകൊണ്ടും വന്നവരാണ്. ഇതിലെ പ്രശ്നം നിയാസ് ഇത്രയേ ഉള്ളൂ. താങ്കൾ അതിനെ വിശദീകരിച്ചതിൽ അദ്ദേഹത്തിന് വലിയ വിയോജിപ്പുണ്ട്. അദ്ദേഹം കാരണം അദ്ദേഹം അഭിഭാഷകനാണ് താങ്കളെ പോലെ തന്നെ. അതുകൊണ്ട് കോടതി ഞാനൊന്നും അല്ല അദ്ദേഹം പറഞ്ഞതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുഖവിലേക്ക് എടുക്കാം, നമുക്ക് ബാക്കി പൂർത്തിയാക്കും. ഞാനൊരു കാര്യം പറയട്ടെ. അദ്ദേഹം പറയുമ്പോൾ ഒന്നും ഞാൻ മിണ്ടാതിരുന്നത് അദ്ദേഹം പറയുന്നത് എല്ലാം ശരിയാണെന്ന് വിചാരിച്ചിട്ടല്ല. അങ്ങ് 15 മിനിറ്റ് കഴിഞ്ഞാണ് എന്നെ വിളിച്ചത്. കൃത്യം 15 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചു. ഞാൻ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. 1ാമത്തെ മിനിറ്റിൽ തന്നെ അങ്ങയുടെ പാർട്ടിക്കാരനായതുകൊണ്ട് അങ്ങ് ഇഷ്ടം പോലെ അവസരം കൊടുത്തു. എനിക്ക് വിരോധമില്ല. അങ്ങ് അദ്ദേഹത്തിന് തന്നെ പറയാനുള്ളത് പറഞ്ഞോളൂ. എനിക്ക് വിരോധം. ഞാൻ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. നിങ്ങൾ ഒരു കാര്യം പറയാം. ഇത് അന്തിമ വിധിയല്ല. ഇത് ഒരു വിജിലൻസ് കോടതിയിലെ ഒരു സിംഗിൾ ജഡ്ജിയുടെ വിധിയാണ്. അതിന് മുകളിൽ അപ്പീലുണ്ട്. ആ അപ്പീലിന്റെ മുകളിൽ ഇനിയും കോടതികളുണ്ട്. ആ കോടതിയുടെ നരമ്പ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട്. എന്റെ ചോദ്യം അതായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ CPM ഈ ഘട്ടത്തിൽ ഇത് അവകാശപ്പെടാമല്ലോ. CPM ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മറ്റൊരു കോടതി വിധി മേൽക്കോടതിയുടേത് വരട്ടെ, അന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വരികയാണെങ്കിൽ. അല്ലാത്ത പക്ഷം CPIM ഇന്നത്തെ ദിവസം CPM നിലപാട് ശരിവെക്കുന്നതായി കോടതി വിധി എന്ന് പറയുന്നത് അംഗീകരിക്കേണ്ട അവസ്ഥ കോൺഗ്രസ് പാർട്ടിക്കില്ലേ? ഞാനൊരു കാര്യം പറയാം. കേരളത്തിലെ അന്തരിച്ചു പോയ കേരളത്തിലെ ഉമ്മൻചാണ്ടിക്കെതിരെ കേരളത്തിലെ CPM-ഉം കേരളത്തിലെ മാധ്യമങ്ങളും ചേർന്ന് വളരെ വ്യക്തമായി നിയമ നടപടികളും അന്വേഷണങ്ങളും വന്നു. ഒടുവിൽ അദ്ദേഹത്തിന് എടുത്തിരുന്ന FIR പോലും അദ്ദേഹത്തിൻ്റെ പേരിൽ തെറ്റായ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി വിധിയുണ്ടായി. അങ്ങനെയെങ്കിൽ ലാൽകുമാർ പറഞ്ഞതുപോലെയാണ് എങ്കിൽ ഒരു വാദി അല്ലെങ്കിൽ ഒരു കേസിൽ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു കേരളത്തിലെ മുഖ്യമന്ത്രി എടുത്ത ഒരു CBI അന്വേഷണം പോലും അതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയുടെ ഞഞ്ഞാപിഞ്ഞാണ് എന്ന് പറയാൻ പറ്റുമോ? മുഖ്യമന്ത്രിയുടെ ഓർഡർ ഞഞ്ഞാപിഞ്ഞാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുമില്ലല്ലോ. അദ്ദേഹം മരണപ്പെട്ടു പോയി. അതേപോലെ തന്നെ നിങ്ങൾ മറ്റ് പല മന്ത്രിമാർക്ക് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നിങ്ങൾ FIR അന്വേഷണം നടത്തി, FIR ഇട്ടു, SIT ഇട്ടു. ആ അന്വേഷണമൊക്കെ കടലാസിൽ പൊലിഞ്ഞു പോയി. അതിൻ്റെ അർത്ഥം അവരൊക്കെ അല്ലെങ്കിൽ CPM-ന്റെ നെടുനായകരായ ആളുകളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെയും മറ്റും ഇവർ കുഴപ്പക്കാരാണ്, ഇവർ ഇത്തന്നെ കുറ്റങ്ങൾ ചെയ്തവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഈ നിങ്ങളുടെ ഭാഷ ഏറ്റവും വലിയ മോശപ്പെട്ട ആളുകളാണ് എന്ന് പറയാൻ കഴിയുമോ? ഒരു മിനിറ്റ് അങ്ങ് ഒരു നീതി കാണിക്കണ്ടേ? 15 മിനിറ്റ് അങ്ങയുടെ സഹോദരൻ ആയിക്കോട്ടെ. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ അതുണ്ടാവുന്ന പ്രത്യാഘാതം
ഇത് തന്നെയാണല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ അദ്ദേഹത്തിന് എതിരായി നടത്തുന്ന നടപടികൾ ED ഉപയോഗിച്ച്, CBI ഉപയോഗിച്ച്, താങ്കൾ വെറുതെ കാട് കയറി പോവാണ്. നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഇവിടെ കോടതി വിധി വന്നതിനെക്കുറിച്ചാണ് ശ്രീനിവാസ് സംസാരിക്കുകയും മോദി അന്വേഷണ ഏജൻസിയുടെ താങ്കളിലേക്ക് വരാം. ഇവിടെ ഈ നേരം വരെ ശ്രീനിവാസ് സംസാരിച്ചത്, ശ്രീനിവാസ് സജീഷിനെ കൂടി ചർച്ചയിലേക്ക് എടുക്കണ്ടേ? മണി 8:22 ശ്രീ എസ് കെ സജീഷ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരു വാചകം മാത്രം, ജനറലി അദ്ദേഹം പറഞ്ഞു പോകാൻ ശ്രമിച്ചൊരു വാചകമുണ്ട്. മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ കോടതികളിൽ നിന്ന് പരാമർശങ്ങളുണ്ടായില്ലേ, വിധികളുണ്ടായില്ലേ എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൽ നിന്ന് വന്നു. ഇവിടെ CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് പറഞ്ഞ ഒരു വാചകം, ഈ വിഷയത്തിലെ ഇപ്പോഴത്തെ ഈ കോടതി വിധി CPMൻ്റെ നിലപാടിനെ ആകെ ശരിവെക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? ഇതൊരു പ്രാഥമികമായ വിധി മാത്രമാണ്, ഇതിനു മുകളിലും കോടതികളില്ലേ എന്ന് വെച്ചാൽ, അതുകൊണ്ട് ഈ കോടതി വിധി ആ നിലയിൽ CPMൻ്റെ നിലപാടിൻ്റെ ശരിവെക്കലായിട്ട് അംഗീകരിച്ചു തരാൻ കോൺഗ്രസ് തയ്യാറുമല്ല എന്നാണല്ലോ സജീഷ്. അല്ല, ശ്രീ നിയാസ് വക്കീൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒന്ന് അദ്ദേഹം ഇതിനിടയിൽ ശ്രീ ഉമ്മൻചാണ്ടിയൊക്കെ കോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഞങ്ങളാരും ഈ കുഴൽനാടൻ്റെ പ്രവർത്തനം നടത്തിയ ആളുകളല്ല. അതിന് സാക്ഷ്യം താങ്കൾക്ക് വഹിക്കണമെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ തന്നെ വായിച്ചാൽ മതി. അതിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. അവസരം കിട്ടിയിട്ടും പിണറായി വേട്ടയാടിയില്ല എന്നാണ് ആ അധ്യായത്തിൽ തന്നെ ശ്രീ ഉമ്മൻചാണ്ടി കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. നിയാസിനെ പോലെയുള്ള കോൺഗ്രസ്സുകാർ പിന്നെ മരിച്ചു കഴിഞ്ഞാലും തന്നെ ദുരുപയോഗം ചെയ്യും എന്ന് തോന്നിയത് കൊണ്ട്, ഇത്തരം ചർച്ചകളിലൊക്കെ വന്ന് പറയും എന്ന് തോന്നിയത് കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ എഴുതി വെച്ചത് എന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. അല്ലാതെ അതിൽ കൂടുതൽ അതിന് ഞാനിപ്പോൾ വിശദീകരണം നൽകുന്നില്ല. നമ്മുടെ ചർച്ച ആ വിഷയമല്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ ഇവിടെ മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ അദ്ദേഹം നമ്മുടെ ഉത്സവപ്പറമ്പിൽ കള്ളൻ എന്ന് വിളിച്ചോടുന്ന പെരും കള്ളനെ പോലെയല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറേ കടലാസുകളുമായി പത്രസമ്മേളനം നടത്തും. ആ പത്രസമ്മേളനത്തിൽ കുറേ A4 ഷീറ്റുകൾ ഉയർത്തി കാണിക്കും. കേരളത്തിലെ ചില മാധ്യമങ്ങൾ അതിനെക്കുറിച്ചൊരു തിരിച്ചൊരു ചോദ്യവും ചോദിക്കില്ല എന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചാൽ ഉടനെ അദ്ദേഹം ചോദിക്കും, ഏത് മാധ്യമമാണ്? കൈരളിയോ ദേശാഭിമാനിയോ ആണോ? എങ്കിൽ നിങ്ങളോട് പ്രതികരിക്കാൻ ഞാനില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് ഞാൻ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ ആരോപണം ഉന്നയിക്കാൻ വേണ്ടി മാത്രം നടത്തിയ പത്രസമ്മേളനമാണ്. ആ ആരോപണത്തെക്കുറിച്ചൊരു ക്ലാരിറ്റി വരുത്താൻ പോലും അദ്ദേഹം തയ്യാറാകില്ല. ഒളിച്ചോടുകയാണ് പത്രസമ്മേളനത്തിൽ പോലും ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ നിയാസ് വക്കീലിന് എന്താ ഇപ്പോൾ ഒരു സംശയം? ഇവിടെ കോടതിയിൽ വളരെ കൃത്യമായി വിധി പകർപ്പിനകത്ത് ഓരോ വാചകവും വെച്ചുകൊണ്ട് പറയുന്നു. അതിൻ്റെ 27-ാം പേജിൽ വളരെ കൃത്യമായി ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയ കേസാണ് എന്ന് പറയുന്നു. ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമാണ് എന്ന് പറയുന്നു. ഏത് കേസിലാണ് ഇത് മുമ്പ് അത്തരത്തിൽ വിധിയുണ്ടായിട്ടുള്ളത്? വിധി പകർപ്പിനനുസരിച്ച് പറയുകയാണ്, വളരെ കൃത്യമായി പറയുന്നു, രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കേസ് കൈകാര്യം ചെയ്തതെന്ന്. അത് ഒരു കോടതിക്ക് ബോധ്യമാകുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കുറേ നാളായി കുറേ കോട്ടിട്ട ജഡ്ജികളെ വെച്ച് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിധിക്കെതിരായിട്ടുള്ള ഒരു തിരിച്ചടി കൂടിയാണ് യഥാർത്ഥ കോടതിയിൽ നിന്നുണ്ടായ വിധി. അത് നിങ്ങൾ കാണേണ്ടതുണ്ട്. പിന്നെ ഓരോ കാര്യങ്ങളായി എണ്ണി ഞാൻ പറയുന്നില്ല. അതിനകത്ത് വളരെ കൃത്യമായി ഒന്നുകൂടി പറയേണ്ടതുണ്ട്. ഈ KMRന് വേണ്ടി എന്തെങ്കിലും സഹായം അങ്ങോട്ട് ചെയ്തോ എന്ന ചോദ്യത്തിന് കോടതിയാണ് മറുപടി പറയുന്നത്. സഹായം ചെയ്യാൻ അവസരമുണ്ടായിട്ടും 2 അവസരങ്ങളുണ്ടായിട്ടും ചെയ്തില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, അനുകൂലമായി കലക്ടറുടെ റിപ്പോർട്ട് മുന്നിൽ വന്നപ്പോൾ അവർക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കാമായിരുന്നു. രണ്ടാമതായി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് പുനഃപരിശോധിക്കാൻ വേണ്ടി വന്നപ്പോൾ അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാമായിരുന്നു. ഇതൊന്നും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ ഇവരുടെ ഇത്തരം അപേക്ഷകളെല്ലാം തള്ളുന്നതിന് മുമ്പാണ് നിങ്ങൾ ഈ ആക്ഷേപിക്കുന്ന ആരോപണങ്ങളെല്ലാം നടന്ന അവരുടെ 2 കമ്പനികൾ എന്നുള്ള നിലയ്ക്കുള്ള അവരുടെ ഇടപാടുകൾ, അവരുടെ സേവനങ്ങൾ, അതിന് GST അടച്ചുള്ള സാമ്പത്തിക ഇടപാടുകളെല്ലാം നടന്നിട്ടുള്ളത്. ഇതെല്ലാം കോടതി പരിശോധിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഇവർക്ക് ഈ കമ്പനിക്ക് എന്തെങ്കിലും ഫേവർ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ അതിന് യാതൊരു സാഹചര്യവുമില്ല എന്ന് വ്യക്തമായി കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ,
അദ്ദേഹത്തിന് മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പരിരക്ഷയുണ്ടല്ലോ. ഈ കേസ് തന്നെ വളരെ കൃത്യമായി ഒരു ശകാര പേരിട്ട് ആരംഭിക്കുകയാണല്ലോ. മാസപ്പടി എന്ന പേര് മനോരമ എന്ന് പറയുന്ന മാധ്യമം അതിൻ്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ ഏറ്റവും അന്ധത നിറഞ്ഞ ഒരു മാധ്യമമാണല്ലോ. കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ ആത്മഹത്യ എന്ന് പറഞ്ഞ ആ പാരമ്പര്യത്തിൽ നിന്നാണ് ഇതിന് മാസപ്പടി എന്ന പേരിട്ട് ഈ പറഞ്ഞ എല്ലാ വിഖണ്ഡവാദത്തിനും പ്രശസ്തി ഉണ്ടാക്കി കൊടുത്തത്. ആ പ്രശസ്തിയിൽ നിന്നുകൊണ്ട് ഈ കാര്യം പിന്നീട് ഇങ്ങനെ ഉന്നയിച്ചു വരികയാണല്ലോ. ആ മാത്യു കുഴൽനാടൻ എന്ന വ്യക്തിക്കെതിരായി നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു? ഇപ്പോൾ നിങ്ങൾ പരിശോധിക്കേണ്ടേ, ഇന്ന് മാത്യു കുഴൽനാടനെതിരായിട്ടൊരു വിധി വന്നിട്ടുണ്ടല്ലോ, FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. മാത്യു കുഴൽനാടൻ പ്രതിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ട FIR-നെ കുറിച്ച് ശ്രീ നിയാസ് പറയണ്ടേ? അതിൽ ക്രമക്കേടുള്ള ഭൂമിയാണ് വാങ്ങിയത് എന്നതിൻ്റെ പേരിലല്ലേ മാത്യു കുഴൽനാടൻ പ്രതിയായി FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്? മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ആണ് ആ FIR സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതോടൊപ്പം തന്നെ 50 സെൻറ്റ് ഭൂമിയാണ് സർക്കാരിൻ്റേത് അനധികൃതമായി സ്വന്തമാക്കിയത്. 50 സെൻറ്റ് ഭൂമി ചിന്നക്കനാലിൽ എത്ര പണം വരും ഒരു സെൻറ്റിന് എന്ന് പ്രിയപ്പെട്ട ശ്രീ നിയാസ് ഒന്ന് കൂട്ടി നോക്കട്ടെ. കോടിക്കണക്കിന് രൂപ വരുന്ന ഭൂമിയല്ലേ, ആ ഭൂമിയല്ലേ സർക്കാരിൻ്റെ ഭൂമി കൈക്കലാക്കിയതിട്ട്. എന്നിട്ട് നിങ്ങളുടെ വളഞ്ഞ വക്കീലിൻ്റെ വാദം എന്താ? വാദം ഞാൻ ഭൂമി വാങ്ങുമ്പോൾ അളന്നിട്ടില്ലായിരുന്നു, ഞാൻ വിശ്വസിച്ച് അങ്ങ് വാങ്ങിയതാണ്. ആരോടാണ് ഈ പറയുന്നത്? ഇയാളാണ് കേസ് വാദിക്കാൻ വേണ്ടി വരുന്നത്, ഇയാളാണ് മറ്റുള്ളവർക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നത്. ഇവിടെ ഒരു 10 സെൻറ്റ് 1/2 സെൻറ്റ് ഭൂമി അളന്നല്ലാതെ നിയാസ് വക്കീൽ വാങ്ങുമോ? നിങ്ങൾ വാങ്ങുമോ? നിങ്ങൾ പറയും, നിങ്ങൾക്ക് ഭൂമി ഉണ്ടല്ലോ, നിങ്ങളുടെ ഭൂമി വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ അളക്കാതെ വിശ്വാസ്യതയുടെ പേരിൽ വാങ്ങും എന്നാണോ പറയുന്നത്? അത് പറഞ്ഞയാളാണ് ഈ കുഴൽനാടൻ എന്ന് പറയുന്ന വ്യക്തിത്വം. അതുകൊണ്ടാണ് കള്ളൻ എന്ന് പറഞ്ഞ് ഓടി സ്വയം കള്ളനാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെടുന്നത്. പിന്നെ മാത്രമല്ല പല മേജിക്കും കാട്ടിയിട്ടില്ലേ, അതിനൊക്കെ നിങ്ങൾ മറുപടി പറയണ്ടേ? ഇവിടെ നിങ്ങൾ നോക്ക്, ഭൂമി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കാണിക്കുന്ന വില എത്രയാ? 1 ഏക്കർ 23 സെൻറ്റ് ഭൂമിക്ക് ആദ്യം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു നിമിഷം ഞാൻ സജീഷ് താങ്കളിലേക്ക് വരാം. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലാല് ഇപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നിന്ന് ഹർജിക്കാരൻ എന്ന നിലയിൽ മാത്യു കുഴൽനാടന് സംഭവിച്ച വലിയ തിരിച്ചടി. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഇപ്പോൾ വിജിലൻസ് അദ്ദേഹത്തിനെതിരെ MLA-ക്കെതിരെ FIR ഇട്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ മിച്ച ഭൂമി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിൽക്കുകയാണ്. ചിന്നക്കനാലിലെ ഭൂമി ഇടപാടിലെ ഒരുപാട് ദുരൂഹതകൾ നിൽക്കുന്നു. അതിലൊക്കെ വളരെ കൃത്യമായ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ കൃത്യമായ കണ്ടെത്തൽ അന്വേഷണത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതൊരു ഭാഗം അവിടെ നിൽക്കട്ടെ. ഞാൻ ഇതിലിപ്പോൾ ലാലിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കുറച്ച് നിയമപരമായി കൂടിയാണ്. ഇതിലെന്തുകൊണ്ടാവും കോടതി ഒരു ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന നിലയിലേക്ക് അതിൻ്റെ ജഡ്ജ്മെൻറ്റിൽ ഒരു കൺക്ലൂഷനിലേക്ക് പോകുന്നത്? അതിന് കോടതിയെ പ്രേരിപ്പിച്ചത് എന്താവും? ലുക്ക്, ഇവിടെ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനിവിടെ പറഞ്ഞൊരു പരാമർശവുമായി ബന്ധപ്പെട്ടൊരു കാര്യം വിശദീകരണം കൊടുക്കേണ്ടതുണ്ട്. കേട്ട ആൾക്കാർക്ക് മനസ്സിലായി, പക്ഷേ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകത്തില്ലാത്തത് കൊണ്ട് പറയുകയാണ്. കാര്യം അതുകൊണ്ടാണ് വിശദീകരണം. ഞാൻ ഉപയോഗിച്ച പദം ഞഞ്ഞാ പിഞ്ഞ, അത് ഞാൻ ഉറച്ചു നിൽക്കുക. അത് പറയുന്ന കോൺഗ്രസ്സുകാരാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് കോൺഗ്രസ്സുകാരാണെന്ന് തന്നെയാണ് പറയുന്നത്. എന്താ ഈ ഞഞ്ഞാ പിഞ്ഞ? ചക്കെന്ന് ചോദിക്കുമ്പോൾ ചുക്കെന്ന് മറുപടി പറയും. ഞാനിവിടെ ഈ പറഞ്ഞ കാര്യം എന്താ, കോടതി വ്യവഹാരത്തിൽ മാത്രമല്ലല്ലോ മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു വിഷയം വെളിയിൽ കൊണ്ടുവന്നത്. മാധ്യമങ്ങളെ കണ്ടില്ലേ, മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കുമ്പം അതൊരു രാഷ്ട്രീയ പ്രശ്നമായില്ലേ? ആ രാഷ്ട്രീയ പ്രശ്നത്തിന് രാഷ്ട്രീയ വിശദീകരണം കൊടുക്കത്തില്ലേ? വിജിലൻസ് കോടതിയുടെ വിധി വന്ന ഉടനെ ഇത് അവസാനിച്ചു എന്ന് പറയാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ആ ഡിബേറ്റ് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്തത്, അല്ലാതെ ഈ പറയുന്ന രീതിയിൽ ഡിബേറ്റ് ചെയ്യേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നിയാസിന് അവിടെ തെറ്റിപ്പോയി. കാരണം ഞാൻ പറഞ്ഞത് ഈ പറയുന്ന വിജിലൻസ് കോടതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിജിലൻസ് കോടതിയുടെ വിശദീകരണം ഏത് തരത്തിൽ ഇവർക്ക് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതിന്റെ വിശദീകരണം ഇവർ നൽകണ്ടേ കോൺഗ്രസ്സുകാർ? അത് പറയാത്തതിനാണ് ഞഞ്ഞാ പിഞ്ഞ എന്ന് പറഞ്ഞത്. ആ ഞഞ്ഞാ പിഞ്ഞ ഇപ്പൊ പറഞ്ഞ നിയാസ് പറഞ്ഞതും അത് തന്നെയാ. എനിക്ക് അതിനകത്ത് സംശയമൊന്നുമില്ല. അതിനകത്ത് നിയാസിനെ പേടിച്ചിട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവായതുകൊണ്ട് ഞാൻ നിർത്തുവോ? ഞാൻ നിർത്തത്തൊന്നുമില്ല. എന്റെ രാഷ്ട്രീയ ബോധ്യത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. അതിന് ഇവരെ പഠിച്ചിട്ട് എനിക്ക് മറുപടി ഇരിക്കാൻ പറ്റുമോ? ഇനി വിഷയത്തിൽ ഒന്നത്. പിന്നെ അടുത്തത് അല്ല, അങ്ങനെ പോകാൻ പറ്റത്തില്ല. അടുത്തത്, മുഖ്യമന്ത്രി പിണറായി വിജയനെ പറയാൻ പറ്റുമോ? നിങ്ങൾ പറയണ്ടെന്ന് ആരും പറഞ്ഞില്ല. പറഞ്ഞാൽ പ്രതിരോധിക്കാൻ ആൾക്കാരുണ്ടാവുന്ന പറഞ്ഞത്. നിങ്ങളുടെ കാര്യത്തിൽ പ്രതിരോധിക്കാൻ ആൾക്കാർ വരത്തില്ല. കാര്യം ഉമ്മൻചാണ്ടിയെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കുത്തിയാൽ നിങ്ങൾ പുറകിൽ നിന്ന് 10 കുത്തുന്നവരാണ് നിങ്ങൾ കോൺഗ്രസ്സുകാർ. അതല്ലേ ഈ നാട്ടിൽ നടക്കുന്നേ? കോൺഗ്രസ്സുകാർ ഉമ്മൻചാണ്ടിയെ കുത്തിയ പോലെ സത്യം പറഞ്ഞ CPM-കാരോ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരനോ BJP-കാരനോ കുത്തിയിട്ടുണ്ടോ?
അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു നേതാവിനെ കുത്തി കഴിഞ്ഞാൽ അവനങ്ങ് തീരുമല്ലോ എന്ന് പറയുന്ന കേസാ. വിടരുത്, അയാളെ ഇതിനകത്ത് പിടിച്ചോണം. കാര്യം അടുത്ത മുഖ്യമന്ത്രിയാനായിട്ട് ആൾക്കാർ കയറിയിരിക്കുക. അതാണ് അവിടുത്തെ അടിസ്ഥാനപരമായ വിഷയം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞാൽ നിങ്ങളുടെ ഒരു നേതാവിനെ തൊട്ടാൽ നിങ്ങൾക്ക് സൂഹിക്കത്ത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് സന്തോഷമാണ്. കാര്യം ഇതങ്ങ് ഒഴിഞ്ഞു പോകുമല്ലോ എന്നുള്ളതാണ് നിങ്ങളുടെ രീതി. പക്ഷെ അങ്ങനെ ഒരു രീതി യഥാർത്ഥത്തിൽ നല്ല രാഷ്ട്രീയം പുലർത്തുന്നവർക്ക് അതില്ല. അത് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകാൻ ഇച്ചിരി പാടാ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് നോക്കൂ, ഒരു ലിസ്റ്റ് ഓഫ് ആൾക്കാരുടെ പേര് വന്നിട്ട് ആ ലിസ്റ്റ് ഓഫ് ആൾക്കാരുടെ പേരില് പിണറായി വിജയൻ മാത്രം എന്നാ മാത്യു കുഴൽനാടൻ ഒരു പ്രശ്നമായി മാറുന്നത്? രമേശ് RC OC ഞാൻ ഇന്നലെ പറഞ്ഞ WC HC എല്ലാം ഉണ്ട്. ആ HC WC ഒക്കെ വെളിയിൽ വന്ന് പറയുന്നു ഞങ്ങൾ പൈസ മേടിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് പൈസ മേടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു അൺഡ്യൂ അഡ്വാൻറ്റേജ് കിട്ടാൻ, ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസിന്റെ ഭാഗമായി നിങ്ങൾക്ക് കൊടുത്തതാന്ന് പറയാൻ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചാൽ നിങ്ങൾ അതിന് മറുപടി പറയണ്ടേ? അല്ലെങ്കിൽ ആ വിഷയത്തിലെ അത് അഴിമതിയാണെന്ന് നിങ്ങൾക്ക് തോന്നാത്തത് എന്താണ്? അത് ആ കോടതിയുടെ വിലയിരുത്തലിന് എന്നാ തെറ്റ്? ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് പൈസ കിട്ടി, നിയാസിനോട് അതിന്റെ ചോദ്യം. നിയാസ് ഇതിന് കറക്റ്റായിട്ട് മറുപടി പറയുമെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾക്ക് പൈസ കിട്ടിയെന്ന് നിങ്ങൾക്ക് സമ്മതിച്ചവരുണ്ട്. ആ കിട്ടിയ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് വെച്ച് പാസ്ബുക്ക് ഒന്ന് നിങ്ങൾക്ക് പുറത്തു വിടാവോ? ഈ ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടി പറയുമോ? കാര്യം ഇത്രേ ഉള്ളൂ. കാര്യം നിങ്ങൾക്ക് കിട്ടിയ പൈസ ഉണ്ടെന്ന് പറഞ്ഞു, അംഗീകരിച്ചവരുണ്ട്. എന്ന് വെച്ചാൽ കയ്യിൽ പൈസ മേടിച്ചോ? കയ്യിൽ പൈസ മേടിച്ചെങ്കിൽ എത്ര രൂപ വാങ്ങിച്ചു? കയ്യിൽ ഈ നാട്ടിൽ നിയമപ്രകാരം കയ്യിൽ മേടിക്കാൻ പറ്റത്തില്ലെന്ന് അറിയാമല്ലോ. അക്കൗണ്ടിൽ മേടിച്ചെങ്കിൽ എത്ര വാങ്ങിച്ചു, എവിടെ വെച്ച് വാങ്ങിച്ചു, എപ്പോ വാങ്ങിച്ചു? ഡീറ്റെയിൽസ് ഒന്ന് പുറത്തുവിടാൻ പറ. കോൺഗ്രസ്സുകാര് സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താക്കളല്ലേ? അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ചോദ്യമാണ്, അതിന്റെ ഉത്തരത്തിലേക്കാണ് വരുന്നത്. ഒരു കാര്യം കൂടി, എൻ്റെ ഒരു സംശയം, ഇപ്പോൾ ഹർജിക്കാരൻ എന്ന നിലയിൽ ഹർജി തള്ളുമ്പോൾ ഹർജിക്കാരന് അത് ക്ഷീണമാണ്, തിരിച്ചടിയാണ്, മനസ്സിലാക്കാം. പക്ഷേ കോടതി ആ ഹർജി തള്ളുമ്പോൾ ആ ഹർജി ഒരു രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ഹർജിക്കാരനായ രാഷ്ട്രീയ നേതാവിനോടോ ജനപ്രതിനിധിയോടോ പ്രതിപക്ഷ നിരയിലെ ഒരു പ്രധാനപ്പെട്ട MLA പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു ക്ഷീണം മാത്രമല്ല, തിരിച്ചടിയുടെ മാത്രം പ്രശ്നമല്ല, രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോടതിക്ക് തന്നെ സംശയവും ബോധ്യവും വരുമ്പോൾ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ താല്പര്യത്തെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി നൽകിയ ഹർജി എന്ന അർത്ഥം അതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നതിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കണ്ടേ? അതുകൊണ്ടാണ് കോൺഗ്രസിന് ഇതൊരു തിരിച്ചടിയാണ് എന്നുകൂടി വരുന്നത്. മാത്യു കുഴൽനാടൻ്റെ തിരിച്ചടി മാത്രം തിരിച്ചടി എന്ന നിലയിൽ കാണാനാവാത്തത് അതുകൊണ്ടുകൂടിയല്ലേ? താങ്കളുടെ മറുപടികളിലേക്ക്. ശരത്ത്, ഞാൻ എൻ്റെ മറുപടി പറയാം. അതിനു മുമ്പ് താങ്കൾ ഒരു വലിയ നല്ല മാധ്യമപ്രവർത്തകരാണ്. താങ്കൾ ഇതുവരെ ഇപ്പോൾ 8:35 ഇതിനിടയിൽ ഞാൻ 4 മിനിറ്റാണ് സംസാരിച്ചത്. ദാറ്റ് മീൻസ് അത് കഴിഞ്ഞ് 31 മിനിറ്റും താങ്കളുടെ 2 സഹപ്രവർത്തകരും താങ്കളുമാണ് സംസാരിച്ചത്. ദയവ് ചെയ്ത് എനിക്ക് മതിയായ സമയം തരുന്നില്ല എങ്കിൽ അതുകൂടി താങ്കൾ ഈ നാമമാത്രമായ സമയം കൂടി അവർക്ക് കൊടുക്കുന്നതായിരിക്കും നന്നായിരിക്കുക. കാരണം അങ്ങയിൽ നിന്നും ഞാൻ നീതി പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെയാണെങ്കിലേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. പറഞ്ഞോളൂ, സമയം കളയേണ്ടെന്നോർത്താൻ മിണ്ടാതിരിക്കുന്നു. അല്ല, അതുകൊണ്ടല്ല, താങ്കളുടെ ഒരു നീതി ബോധം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. 8:35 4 മിനിറ്റേ ഞാൻ സംസാരിച്ചുള്ളൂ. ബാക്കിയൊക്കെ അങ്ങനെയാണെങ്കിൽ എനിക്ക് മതിയായ സമയം അത് തരികയാണെങ്കിൽ താങ്കൾ പറഞ്ഞോളൂ. ഒരു കാര്യം എനിക്ക് പറയാം. ആദ്യമായി ഉമ്മൻചാണ്ടിയുടെ കാര്യത്തെക്കുറിച്ച് നമ്മുടെ സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിനെനിക്ക് പറയാനുള്ളത്, ഉമ്മൻചാണ്ടിക്കെതിരെ തെരുവുകൾ തോറും പ്രസംഗങ്ങൾ നടത്തിയത്, തെരുവ് തോറും ഈ രാജ്യത്തെ പത്രസമ്മേളനങ്ങൾ നടത്തിയത് CPM നേതാക്കളല്ലേ? ആ CPM നേതാക്കൾക്ക് ഇപ്പം എന്താണ് അതേക്കുറിച്ച് മറുപടി? അതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിലേക്ക് അദ്ദേഹം കടക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റ് പല നേതാക്കന്മാർക്കെതിരെ നാട് നീളെ പ്രചരണം നടത്തിയതും നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ അത് ഉപയോഗിച്ച് പ്രചരണം നടത്തിയതും CPM നേതാക്കളും LDF നേതാക്കന്മാരല്ലേ? അതേക്കുറിച്ച് ഇപ്പോൾ എന്താ അവർക്ക് പറയാനുള്ളത്? പിന്നെ ഇവിടെ താങ്കൾ പറഞ്ഞു മാസപ്പടിയെക്കുറിച്ച്. അവർ പറഞ്ഞു ഇതൊരു മനോരമ പത്രത്തിൽ ഉണ്ടാക്കിയ ഒരു ഗൂഢാലോചനയാണ്. താങ്കൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം അത് കേസ് അന്വേഷിക്കുന്നുണ്ട് മാസപ്പടിയെക്കുറിച്ച്. അങ്ങയുടെ മുഖ്യമന്ത്രിയുടെ പുന്നാര മകൾ വീണ തലയിൽ മുണ്ടിട്ട് അങ്ങ് ചെന്നൈയിൽ പോയി മണിക്കൂറുകളോളം അവരെ ചോദ്യം ചെയ്തു. ഇതൊന്നും അവസാനിച്ചിട്ടില്ല. അങ്ങ് വിചാരിക്കുന്നത് പോലെ ഈ മാത്യു കുഴൽനാടന് തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ പൂർണ്ണമായി താങ്കളുടെ മുഖ്യമന്ത്രിയുടെ പുന്നാര മകൾക്കും എല്ലാം കുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻസ് ടീം അന്വേഷിക്കുന്നുണ്ട്. എന്താണ് സീരിയസ് ഫ്രോഡ് എന്ന് അങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അതിക്രൂരമായ അല്ലെങ്കിൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള
ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കബളിപ്പിക്കലും ഏറ്റവും വലിയ തട്ടിപ്പും. ആ തട്ടിപ്പ് നടത്തിയ കേസിലെ അന്വേഷിക്കുന്ന ഏജൻസിയുടെ മുമ്പിൽ കുറ്റവാളിയായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങയുടെ മുഖ്യമന്ത്രിയുടെ മകൾ മാത്രമല്ല മറ്റു പലരുമുണ്ട്, ഞാനതിനെ കടക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം മാത്യുവിന് പറ്റിയ തെറ്റാണ് എന്ന് ധരിക്കേണ്ട. ഞങ്ങൾക്ക് പല കാര്യങ്ങളും ഇനിയും കോടതിക്ക് മുമ്പാകെ പറയാനുണ്ട്. അങ്ങയുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് അങ്ങ് പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി എന്തോ വലിയ സംഭവമാണെന്ന്. മുഖ്യമന്ത്രിയുടെ സംഭവമായി ഒരു വിരമിക്കുന്നതിന് തൊട്ട് തലേ ദിവസം ഒരു ജഡ്ജി കേരളത്തിലെ മുഖ്യമന്ത്രി ലാവ്ലിൻ കേസിൽ കുറ്റവിമുക്തയാക്കി. ആ ജഡ്ജിക്ക് എന്തെല്ലാം സൗകര്യങ്ങളാണ് പിൽക്കാലത്ത് ഭരണകൂടം നൽകിയതെന്നും നൽകാനിരുന്നതെന്നും ഒക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് അതിനിപ്പോൾ അപ്പീൽ വന്നപ്പോൾ ആ അപ്പീൽ 40ാമത്തെ തവണയാണ് ഇപ്പം മാറ്റിയത് ഇന്ത്യയുടെ മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിയുടെ സംഭാവനയാണ്. ഇന്ന് കേരളത്തിലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 260 സീറ്റുകളിലേക്ക് ഏറ്റവും കൂടുതൽ CPM ഏറ്റവും വലിയ മത്സരം നടത്തുന്ന ബംഗാളിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ഘട്ടമേ കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി ഘട്ടങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ആ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഏറ്റവും ചുരുങ്ങിയത് ബംഗാളിലെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ സമരത്തിലേക്ക് കടന്നു വന്ന ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെങ്കിലും പോകാനുള്ള സാമാന്യ മര്യാദ പോലും കാണിക്കാതെ മുഖ്യമന്ത്രി കുടുംബവും 19 ദിവസത്തേക്ക് വിദേശയാത്ര നടത്തുന്നത് ആരെ സംരക്ഷിക്കാനാണ്? ലാവ്ലിൻ കേസിൽ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെക്കെതിരായി ഒരക്ഷരം പോലും അറിയാതെ പോലും നാവിൽ നിന്ന് വന്നു പോകരുതെന്ന് വിചാരിച്ച് നിങ്ങൾ നടത്തുന്ന ഈ പ്രീണനം അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി കാണിക്കുന്നത് അത് അദ്ദേഹം ED കൊണ്ടാണെങ്കിൽ ഇവിടെ വിജിലൻസിനെ കൊണ്ട് കാണിക്കുന്നു. പിന്നെ ഇവിടെ അഡ്വക്കേറ്റ് ലാൽ പറഞ്ഞു ഇവിടെ FIR കുറിച്ച്. ഞാൻ കടക്കാം FIR കുറിച്ച്. എന്താ FIR? 2021 അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹം ഈ വസ്തു അദ്ദേഹം വാങ്ങിയതാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അഫിഡവിറ്റിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ പറയാം, നിങ്ങൾ പറഞ്ഞിട്ടില്ല, ഞാൻ പറയാണ് ഈ കേസിനെ കുറിച്ച്. അത് അപ്പോൾ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നു. പിന്നെ എവിടെയാണ് അഴിമതി നിരോധനം ഉണ്ടാവുക? അപ്പോൾ ഒരു MLA ആവുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു വസ്തു വാങ്ങിയാൽ ആ വസ്തുവിൽ പിന്നീട് ഒരു ക്രമക്കേട് ഉണ്ടായാൽ അതെങ്ങനെയാണ് അഴിമതി നിരോധനമാവുക? ആ അഴിമതി നിരോധനമാകാൻ കഴിയുമോ? പിന്നെ നിങ്ങൾ പറയുന്നത് ഒരു കുറച്ച് സെന്റ് വസ്തു അദ്ദേഹത്തോടൊപ്പം കൂടിയെന്ന്. ഞങ്ങൾ വിരോധിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ലാൻഡ് നിയമപ്രകാരം കേരളത്തിലെ ലാൻഡ് നിയമപ്രകാരം അസൈൻമെൻറ്റ് നിയമപ്രകാരം അത് കണ്ടെത്താമല്ലോ, അത് സർക്കാരിനാണെങ്കിൽ പിടിച്ചെടുക്കാമല്ലോ. പിന്നെ നിങ്ങൾ പറയുന്നത് അദ്ദേഹം വില കുറച്ച് കാണിച്ചാൽ അതിന് നിയമമുണ്ടല്ലോ. താങ്കൾ നാളെ അഭിഭാഷകനാണെന്നല്ലേ പറഞ്ഞത്? ആ നിയമം എന്താണ്? വില കുറച്ച് കാണിച്ചാൽ ആരാണോ വില കുറച്ച് കാണിച്ചത് നടക്കുന്നത്. അതുകൊണ്ടല്ലേ ഒരു FIR വരുന്നത്. ഒന്ന്. രണ്ടാമത്തെ എന്റെ സംശയം ഇപ്പോൾ സജീഷ് ചോദിച്ചു, ഭൂമി വാങ്ങുന്ന സമയത്ത് ഞാൻ അളന്നില്ല എന്ന് സാധാരണക്കാരൻ പോലും പറയുന്ന കാര്യമാണോ? അത് ആര് മുഖവിലക്കെടുക്കും? വസ്തു വാങ്ങുമ്പോൾ നിയമപരമായ ചില ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഉണ്ട്, അതുപോലും നിറവേറ്റാൻ കഴിഞ്ഞില്ല എന്ന മട്ടിലൊക്കെ പറഞ്ഞാൽ ആരാണ് മുഖവിലക്കെടുക്കുക? ആ പ്രശ്നവും കുഴൽനാടൻ്റെ കാര്യത്തിൽ അദ്ദേഹം ചോദിച്ചു നേരത്തെ, അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. ഞാൻ പറയാം, തീർച്ചയായിട്ടും ഓർമ്മിപ്പിച്ചാൽ വളരെ സന്തോഷം. ഈ സജീഷ് ചോദിച്ച ചോദ്യം കറക്റ്റാണ് സജീഷെ. ഒരു അളക്കും എങ്ങനെയെന്ന് അറിയാം, തുറന്ന സ്ഥലമാണെങ്കിൽ അളന്ന് അതിരിടും. ഇത് അതിരിടേണ്ട കാര്യമില്ല. 4 അതിരുകളിലും മതിൽക്കെട്ടിനുള്ളിലാണ്. ഇനി അദ്ദേഹം അളന്നില്ല, അദ്ദേഹം കൂടുതൽ എടുത്തു. എന്തായിരുന്നു നടപടി? ഒരു MLA ആവുന്നതിന് മുമ്പ്, നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം വാങ്ങിയ സ്ഥലത്തിൽ കൂടുതൽ സ്ഥലമുണ്ടെങ്കിൽ, അത് സർക്കാരിൻ്റെ സ്ഥലമാണെങ്കിൽ, മറ്റാരുടെ സ്ഥലമാണെങ്കിൽ അത് കണ്ടെത്താൻ എന്തെല്ലാം നിയമങ്ങളുണ്ട്? അതിന് അഴിമതി നിരോധന നിയമമല്ലല്ലോ. മറ്റൊരു കാര്യം അങ്ങ് പറഞ്ഞ ആ കാര്യത്തെക്കുറിച്ച് കൂടി ഞാൻ പറയാം. അങ്ങ് പറഞ്ഞത് എന്താ? ഈ രാജ്യത്ത് ഇവിടെ ഈ 2012 ആണ് അതിന് സ്ഥലത്തിന് ചുറ്റും മതിൽ കെട്ടിയത്. 2012 ഒരാൾ വാങ്ങി, 2012 ശേഷം വേറൊരാൾ വാങ്ങി. നിങ്ങളുടെ പാർട്ടിയുടെ ഉന്നതനായ നേതാവിൻ്റെ ബന്ധു അതിലൊരു ഇടക്കാലത്ത് അതിന്റെ ഉടമയായി മാറി. ആയിക്കോട്ടെ. എന്റെ ചോദ്യം ഇതെങ്ങനെയാണ് അഴിമതി നിരോധനത്തിലേക്ക് പോവാം? ഒരു അഴിമതി നിരോധനമാവണമെങ്കിൽ MLA ആയി കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന അഴിമതി,
മന്ത്രിയായി കഴിഞ്ഞതിന് ശേഷം അഴിമതി, ജനപ്രതിനിധി ആയതിനു ശേഷമുള്ള അഴിമതി, അതല്ലേ പറ്റുള്ളൂ. അതല്ലാതെ ഒരു അഭിഭാഷകനായിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുക? അത് വേറെ തീർച്ചയായും അദ്ദേഹം തീരുമാനമെടുത്തത് ഈ വസ്തുവിനെ കുറിച്ച് അന്വേഷിച്ചില്ല. ശരി, ഓക്കെ, നമ്മൾ അംഗീകരിക്കുന്നു, വസ്തുവിനെ കുറിച്ച് അന്വേഷിച്ചില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമില്ലേ, ഈ 2021 അദ്ദേഹം എടുത്ത വസ്തു 2012 വേറെ ആരെല്ലാമോ കൂട്ടി ഏതെല്ലോ തഹസിൽദാറെ മുഖേന എടുത്ത് കൈവശപ്പെടുത്ത സ്ഥലം എന്തേ 2024 വരെ കാത്തിരുന്നു? മുഖ്യമന്ത്രിക്കെതിരെ കേസ് കൊടുത്തതുവരെ കാത്തിരുന്നു, മുഖ്യമന്ത്രിക്കെതിരെ 2 വാക്ക് നിയമസഭയിൽ പറഞ്ഞതുവരെ കാത്തിരുന്നു, മുഖ്യമന്ത്രിക്കെതിരെ അത് പറയുമ്പോൾ സജീഷ് ഒരു കാര്യം ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇല്ല അല്ലേ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചിരുന്നു. രാഷ്ട്രീയ പ്രേരിതമെന്ന് കോടതി പറഞ്ഞാൽ അത് കോൺഗ്രസ് പാർട്ടിക്കല്ലേ തിരിച്ചടി. അതിലേക്കും അദ്ദേഹം പോയിട്ടില്ല. സജീഷിന്റെ മറുപടി, അദ്ദേഹം ദീർഘമായി തന്നെ കാര്യങ്ങൾ ഉന്നയിച്ചല്ലോ. സജീഷിന്റെ മറുപടി എന്താണ്? അല്ല, ശ്രീ ശരത്ത്, ഒരു കാര്യം, അദ്ദേഹം നല്ല സമയമെടുത്ത് 5 or 6 അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ ചില മറുപടിയെങ്കിലും പറഞ്ഞു പോകേണ്ടതുണ്ട്. ഒന്ന്, അദ്ദേഹം അവസാനം പറഞ്ഞ കാര്യത്തിൽ തുടങ്ങി അങ്ങോട്ടെത്താം. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇവിടെ 50 സെൻറ്റ് ഭൂമിയാണ്, 53 സെൻറ്റ് ഭൂമി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാചകത്തിൽ പറഞ്ഞാൽ കുറച്ച് ഭൂമി കൂടിപ്പോയി, കണ്ടെത്താമല്ലോ, അന്വേഷിക്കാമല്ലോ, പിടിച്ചെടുക്കാമല്ലോ. ആണ് സുഹൃത്തെ, അന്വേഷിച്ചപ്പോഴും അളന്നപ്പോഴും എല്ലാം ആണല്ലോ മനസ്സിലായത് 53 സെൻറ്റ് ഭൂമിയുണ്ട് എന്ന്. ഇത് ചെറിയ ഭൂമിയാണ്. ആ ഭൂമി ഇങ്ങനെ ഓടി ഇതിൻ്റെ അകത്തേക്ക് കയറിപ്പോയതാണ്, കണ്ടില്ല, ഈ അളക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ആരോടാണ് പറയുന്നത്? അതിനുശേഷം കെട്ടിയ മതിലും അതിനുശേഷം അദ്ദേഹം അവിടെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം ഉണ്ട്. അല്ല, നിക്ക്, നിയാസ് വക്കീൽ പറയുമ്പോൾ ഓരോ കാര്യത്തിലും എനിക്ക് ഇടപെടാമായിരുന്നു. ഞാൻ ഇടപെടാതിരുന്നത് മാന്യമായി തന്നെ താങ്കൾ പറയട്ടെ എന്ന് കരുതിയിട്ടാണ്. ഒരു കാര്യത്തിനും ഞാൻ വഴങ്ങുന്നില്ല. എനിക്കിപ്പോ പറയാനുണ്ട്. ഒരു കാര്യത്തിനും വഴങ്ങാൻ ഞാൻ തയ്യാറല്ല. ഒരു കാര്യത്തിനും വഴങ്ങാൻ ഞാൻ തയ്യാറല്ല. ഞാൻ പറയും, പറഞ്ഞതിന് ശേഷം താങ്കൾ പറഞ്ഞോളൂ. ഇങ്ങനെ കുഴൽനാടൻ്റെ ഭൂമിയിലേക്ക് ഓടിക്കേറിയ 53 സെൻറ്റാണ് ഓടിക്കയറുന്നത്. ഈ പറഞ്ഞ പോലെ അറിയാതെ അളക്കാതെ വാങ്ങിയ ഭൂമിയിലേക്ക്. പിന്നെ ഒരു കാര്യം, എങ്ങനെയാണ് നിങ്ങൾ ഇതിനെയൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? മേജിക് അല്ലേ? ആദ്യം ഒരേക്കർ 23 സെൻറ്റ് ഭൂമി വാങ്ങുന്ന സമയത്ത് ആധാരത്തിൽ കാണിച്ചിരിക്കുന്ന വില എത്രയാണ്? 1.92 കോടി രൂപ. ഇതാണല്ലോ കാണിച്ചത്. അപ്പോൾ എത്രയായിരിക്കും അത് നികുതി കൊടുത്തിട്ടുണ്ടാവുക? അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ഇലക്ഷൻ നോമിനേഷനകത്ത് കൊടുക്കുന്ന തുക എത്രയാണ്? ഇതേ ഭൂമിക്ക് 3.62 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഇരട്ടിയിലധികമായി കാണിക്കുകയാണ് ഭൂമിയുടെ വില നോമിനേഷനകത്ത്. യഥാർത്ഥ വിലയായി കാണിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ എത്രയാണ് നികുതി കൊടുത്തിട്ടുണ്ടാവുക? നികുതി കൊടുത്തിട്ടുണ്ടാവുക എന്ന് പറയുന്നത് 1.92 കോടി രൂപയ്ക്കാണല്ലോ. ഈ പറഞ്ഞ 3.62 കോടി രൂപയ്ക്ക് നികുതി കൊടുത്തിട്ടുണ്ടോ? യഥാർത്ഥ വില ഇതൊന്നും അല്ലല്ലോ. യഥാർത്ഥ വില ഇതല്ലല്ലോ. ഇതൊക്കെ അല്ലല്ല. താങ്കൾ എന്തിനാണ് പ്രയാസപ്പെടുന്നത്? ഞാൻ പറയട്ടെ, താങ്കൾ ഈ പച്ചക്കളവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അനങ്ങാതിരുന്നത് താങ്കൾ പറയുന്നതൊക്കെ ശരിയാണെന്ന് കരുതിയിട്ടാണോ? അല്ലല്ലോ. അവസരം വരുമ്പോൾ പറയാൻ അസലായി പറ്റുമെന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് താങ്കൾ ഒന്ന് വെയിറ്റ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും വളരെ കൃത്യമായി തന്നെ അദ്ദേഹം നടത്തിയ നിരവധിയായ തട്ടിപ്പുണ്ട്. കെട്ടിടം, അതിനകത്ത് കെട്ടിടമുണ്ട് എന്ന് താങ്കൾ പറഞ്ഞല്ലോ. ആ കെട്ടിടത്തിൻ്റെ വില ഇതിനകത്തൊന്ന് മറച്ചു വെച്ചു. അദ്ദേഹത്തിൻ്റെ ബിനാമികൾ ഇതിലുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ കേസ് വന്നിട്ടുള്ളത്. ആ കേസ് മുന്നോട്ട് പോകും. FIR ഇട്ടിട്ടുണ്ട്. അതിൽ പ്രതിയുമാണ്. അതിൻ്റെ മറ്റു വിശദാംശങ്ങൾക്ക് ഞാൻ പോകുന്നില്ല. താങ്കൾ വേറെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഒന്ന്, പിന്നെ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ SFIOയുടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ അന്വേഷണം നടക്കുന്നു. ഒരു കാര്യം, നിങ്ങളുടെ ആക്ഷേപം എന്തായിരുന്നു? നിങ്ങളുടെ ആക്ഷേപം ഈ പറഞ്ഞ പോലെ മനോരമാദികൾ പ്രചരിപ്പിച്ച കാര്യം, മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി നടത്തിയ ചില പ്രയോഗങ്ങൾ, ആ പ്രയോഗങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞത് ഈ 2 കമ്പനികൾ തമ്മിൽ നിയമപരമായി നടത്തിയ കരാറും അതിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക കൈമാറ്റവും ഉണ്ടായിട്ടുണ്ട്. അതിന് ആദ്യം മാത്യു കുഴൽനാടൻ പറഞ്ഞെന്താണ്? GST കൊടുത്തിട്ടില്ല, IGST കൊടുത്തിട്ടില്ല, ഇൻകം ടാക്സ് കൊടുത്തിട്ടില്ല. കൊടുത്തു എന്ന് തെളിയിച്ചാൽ ഞാൻ മാപ്പ് പറയുമെന്നാണ്. മാപ്പ് പറയേണ്ട സാഹചര്യത്തിലേക്ക് വന്നില്ലേ? ഈ കേസിൻ്റെ തിരിച്ചടി ഇപ്പോൾ ആരംഭിക്കുന്നതല്ല. അന്ന് മാപ്പ് പറഞ്ഞു. ആദ്യം നികുതി അടയ്ക്കാതെയാണ് ഈ പണം കൈമാറിയെന്ന് പറഞ്ഞു. നികുതി അടച്ചു എന്ന് തെളിയിച്ചപ്പോൾ അതിന് മാപ്പ് പറയുന്ന സാഹചര്യത്തിലേക്ക് മാറിയല്ലോ ഈ കുഴൽനാടൻ തന്നെ. പിന്നെ നിങ്ങൾ ഓരോന്ന് ഇതിന് പ്രതിഫലമായി
ചില സൗജന്യങ്ങൾ ഈ കമ്പനിക്ക് ചെയ്തു കൊടുത്തു എന്നാണല്ലോ നിങ്ങൾ ആക്ഷേപമായി എല്ലായിടത്തും ഉന്നയിക്കുന്നത്. അത് തന്നെയാണ് കോടതി കൃത്യമായി പറഞ്ഞത്. അതായത് രണ്ടവസരങ്ങൾ ഉണ്ടായിട്ടും, അതായത് രണ്ടവസരങ്ങൾ, കലക്ടറുടെ അനുകൂലമായ റിപ്പോർട്ട്, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ പുനഃപരിശോധിക്കാനുള്ള തീരുമാനം, ഈ രണ്ടവസരങ്ങൾ ഉണ്ടായിട്ടും ചെയ്തു കൊടുത്തില്ല എന്നുള്ളതാണ് കോടതി വിധി. അത് നിയാസ് വക്കീലിനെയും ഈ പറഞ്ഞ ഇരുട്ടത്ത് കാര്യങ്ങൾ പറയുന്ന ആളുകളെയും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കാര്യം നമുക്കില്ല. ജനങ്ങൾക്കിപ്പോൾ കാര്യം കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ വിഷയങ്ങളുടെ ദാരിദ്ര്യം കൊണ്ടായിരിക്കും ലാവ്ലിൻ കേസ് ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടു. പ്രിയപ്പെട്ട നിയാസ് വക്കീലെ, ഒരു കാര്യം ഞാൻ അധികം പറയുന്നൊന്നുമില്ല. ലാവ്ലിൻ കേസ് എന്ന് പറയുന്ന കേസ് നിങ്ങൾ എങ്ങനെയാണ് ഫാബ്രിക്കേറ്റ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആദ്യം ആ കേസ് ഉമ്മൻചാണ്ടിയുടെ വിജിലൻസ് അന്വേഷിച്ചിട്ട് മേശപ്പുറത്ത് റിപ്പോർട്ട് വന്നു. പിണറായി വിജയനെ പ്രതി ചേർക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട്. ആ റിപ്പോർട്ട് അങ്ങനെയാണ് എന്ന് ഉമ്മൻചാണ്ടി പത്രസമ്മേളനം നടത്തി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം, തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് അടിയന്തര ക്യാബിനറ്റ് ചേർന്ന് ഔട്ട് ഓഫ് അജണ്ടയായി ഈ കാര്യമെടുത്ത് CBIക്ക് വിടാൻ വേണ്ടി തീരുമാനിച്ചു. CBI ഈ കേസ് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായില്ല. പിന്നെ അതിൻ്റെ ഭാഗമായി നിങ്ങൾ CBI ഇതിൽ കേസ് ഏറ്റെടുക്കാൻ തയ്യാറായില്ല, ഇതിനകത്ത് കഴമ്പില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ സ്വകാര്യ അന്യായം ഉണ്ടാക്കി പല കളികളും കളിച്ച് ആ കേസ് ഏറ്റെടുപ്പിച്ച് ആ കേസ് അന്വേഷിച്ച് കോടതിയിലേക്ക് പോയപ്പോൾ CBI കോടതി എന്താ പറഞ്ഞത്? CBI കോടതി പറഞ്ഞത് ഇതിൽ പ്രതി ചേർക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് CBI കോടതി തള്ളിയത്. CBI കോടതി തള്ളി, അത് ഹൈക്കോടതിയിലേക്ക് പോയി, ഹൈക്കോടതിയും തള്ളി. സുപ്രീം കോടതിയിലേക്ക് പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ എന്താണ്? നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ. എന്ത് തെളിവാണ് കൊണ്ടുവരാനുള്ളത്? നിങ്ങൾ നേരത്തെ പറഞ്ഞു ഉറപ്പിച്ച കമല ഇന്റർനാഷണൽ പോലെയുള്ള ഇപ്പൊ പറയുന്ന പോലെയുള്ള കഥകളും കെട്ടുകഥകളുമാണോ കൊണ്ടുവരാനുള്ളത്? ഇതൊക്കെ ജനങ്ങളുടെ മുന്നിൽ നല്ല ബോധ്യമുണ്ട്. പിന്നെ ഒരു കാര്യം, അതിൻ്റെ ഇടയിൽ വിദേശയാത്രയും മറ്റു കാര്യമൊക്കെ പറഞ്ഞു, തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഒറ്റ മിനിറ്റ്, ഒരു വാചകത്തിലെങ്കിലും പറയണല്ലോ ശ്രീ ശരത്ത്. വിദേശയാത്രയും ഒക്കെ പറഞ്ഞല്ലോ. ഒരു കാര്യം പ്രിയപ്പെട്ട സുഹൃത്തെ, 203 പ്രാവശ്യം 226 പ്രാവശ്യം നിങ്ങളുടെ മന്ത്രിമാരും ഈ കൂട്ടരൊക്കെ വിദേശത്ത് പോയിരുന്നു. അതിനെപ്പറ്റി ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും അത്യാവശ്യ ഘട്ടത്തിലും കാണുന്നില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയും ഒക്കെ പോയിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ പറയാനൊരു സ്ഥലമുണ്ട് ശ്രീ നിയാസ്. നിങ്ങളുടെ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് ഈ രാജ്യം പ്രതിസന്ധിയിലാകുമ്പോൾ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ AICCക്ക് മറുപടി പറയാൻ വേണ്ടി പറ്റുമോ? ഈ രാജ്യത്ത് നിന്ന് ആരോടും പറയാതെ എങ്ങോട്ടാണ്, പ്രാർത്ഥനക്കാണോ, ഒളിച്ചോടാനാണോ, എവിടെയാണ് പോയത് എന്ന് പോലും അറിയാതെ ഒളിവിലിരിക്കുന്ന ഒരാളെ വെച്ചിട്ടല്ലേ നിങ്ങൾ ഈ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ കണക്കും BJPയുമായുള്ള ബന്ധവും ഒക്കെ പറയുന്നു. നിയാസ് വക്കീലെ, രാഹുൽ ഗാന്ധിയുടെ അളിയൻ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വധേര 170 കോടി രൂപയാണ് BJPക്ക് കൊടുത്തത്. എന്തിനാ കൊടുത്തത്? എന്ത് പ്രത്യുപകാരമാണ് BJP ചെയ്തത്? അതുകൂടി ഒന്ന് പറയണല്ലോ. BJPക്ക് എന്തിനാണ് കൊടുത്തത് എന്നുകൂടി പറയും. ഇതൊക്കെ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. നിങ്ങൾ ഈ മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന, ഞാൻ ആദ്യം പറഞ്ഞത് ആവർത്തിക്കുന്നു, കള്ളൻ എന്ന് വിളിച്ച് ഉത്സവപ്പറമ്പിലൂടെ ഓടുന്ന പോക്കറ്റ് അടിക്കാരന് തുല്യമായ ഒരാളെ കൂടെ വെച്ചിട്ട് നിങ്ങൾ നടത്തുന്ന ഈ കളി നിങ്ങളുടെ കൂട്ടത്തിലുള്ള മാധ്യമങ്ങൾ പോലും ഇപ്പോ പറ്റിയ അമളിയും അദ്ദേഹത്തിന് നൽകിയ പിന്തുണയെല്ലാം പിൻവലിച്ചു പോയിട്ടുണ്ട്. അതുകൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാൻ 3 പേരിലേക്കും വരാം. നമ്മുടെ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ അടുത്ത റൗണ്ടിലേക്ക് വരാം. ഞാൻ ലാലിലേക്ക് ഒരു കാര്യം കൂടി ഒന്ന് ദയവായി 3 പേരും ചുരുക്കി നമ്മുടെ സമയത്തിനുള്ളിൽ ഈ ചർച്ച അവസാനിപ്പിക്കാം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ മറ്റൊന്നുകൂടി ലാൽ വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു. അത് മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടാണ്. കുഴൽനാടൻ്റെ ആരോപണങ്ങൾ ഏറ്റുപിടിച്ച മാധ്യമങ്ങൾ അപഹാസ്യരായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാ കാര്യങ്ങളെയും വിവാദമാക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾ അവരുടെ വിശ്വാസ്യത തകരുകയാണ് എന്ന് സ്വയം മനസ്സിലാക്കണം എന്നുകൂടി പറഞ്ഞു വെച്ചു. കുഴൽനാടൻ മാധ്യമങ്ങളെ പറ്റിച്ചതോ അതോ മാധ്യമങ്ങൾ കുഴൽനാടനെ പറ്റിച്ചതോ? അല്ല, ഇവിടെ നോക്കൂ, മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, അല്ലെ മാധ്യമ പ്രവർത്തകർ എന്ന് ഞാൻ പറയുന്ന മാധ്യമ പ്രവർത്തകരുടെ സ്ഥിതി സത്യം പറഞ്ഞാൽ കഷ്ടമാണ്. അത് ഗോവിന്ദ മാസ്റ്റർ പറയുന്ന പോലെ മൂലധന താല്പര്യത്തിനനുസരിച്ച് നിൽക്കുക എന്നുള്ളത് മാത്രമേ അവിടെ നടക്കത്തുള്ളൂ. ഇവിടെ മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും കൂടെ ചേർന്ന് എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. കാര്യം അവർ ഫോർത്ത് എസ്റ്റേറ്റിന്റെ റോള് സ്റ്റേറ്റിനെ വിമർശിക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ടേ ഇരിക്കണം അവർ. കാര്യം പിണറായി വിജയന്റെ തെറ്റുകുറ്റങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് അനീതി നടക്കുന്നിടത്ത് ശബ്ദമായി മാധ്യമങ്ങൾ മാറണം. ആ പൊസിഷന്റെ കാര്യത്തിൽ ലെഫ്റ്റിന് ഒരു സംശയവും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിണറായി വിജയന് പോലും സംശയമില്ല. അനീതി നടക്കുന്നിടത്ത് ചൂണ്ടിക്കാണിക്കാൻ എല്ലായിടത്തും ചിലപ്പോൾ പിണറായി വിജയനോ ഇടതുപക്ഷ സർക്കാരിനോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സർക്കാരിനോ BJPയുടെ സർക്കാരിനോ ഇപ്പൊ എത്തിപ്പെട്ടൊന്നില്ല. അവിടെ ചൂണ്ടിക്കാണിക്കുന്ന പണിയാണ് എടുക്കേണ്ടത്. പക്ഷെ ഇവർ കൂടെ എടുക്കുന്ന പണി കോൺഗ്രസിന്റെ പണിയാന്നുള്ളതാണ്. കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുക എന്നുള്ളതല്ല മാധ്യമങ്ങളുടെ ജോലി. ഇവിടെ വന്നിരുന്ന് ഈ ചർച്ചകളിൽ പോയി കഴിഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് സംസാരിക്കാൻ പോലും പറ്റത്തില്ല സാധാരണഗതിയിൽ.
കാര്യം ഇപ്പൊ ഈ നിയാസ് ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്ന്. മറ്റുള്ള ചാനലുകളിൽ വന്ന് ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഗതികേട് നിയാസിന് അറിയാവുന്നതാണ്. മനസ്സിലായില്ലേ? ശബ്ദിക്കാൻ തുറക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു വാദം മുന്നോട്ട് വെക്കാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ അടയ്ക്കുക, ഇടപെടുക എന്നുള്ളതാണ്. ആ രീതി മാധ്യമ പ്രവർത്തകർക്കുണ്ട്. അജണ്ട സെറ്റ് ചെയ്ത് തലക്കെട്ടെഴുന്നതിൽ പോലും, ഫോട്ടോ കൊടുക്കുന്നതിൽ പോലും മാധ്യമ പ്രവർത്തകർ കാണിക്കുന്ന വൃത്തികേട്, അതിന് വൃത്തികേടെന്നാണ് ഞാൻ പറയുന്നത്. അതിന് എനിക്കൊരു ഒരു 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 കോംപ്രമൈസിങ് പൊസിഷനെ അതിനകത്തില്ല. അത്ര വൃത്തികേട് ഈ സംസ്ഥാനത്ത് മാധ്യമ പ്രവർത്തകർ കാണിക്കുന്നുണ്ട്. ഇത് ചെയ്യുന്നതിനെ മാധ്യമ പ്രവർത്തനം ഇവർ ഇപ്പോഴും വിളിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. കാര്യം ഞാനൊരു ഉദാഹരണം പറയാം. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം ഞാൻ ഈ ഫ്ലോറിൽ പറയാം. ഞാൻ മറ്റൊരു ചാനലിൽ പറഞ്ഞത് പക്ഷെ പറയണം. എല്ലാ പ്രാവശ്യവും ഒപ്പീനിയൻ പോൾ ചെയ്യുന്ന ഏഷ്യാനെറ്റ് ഈ പ്രാവശ്യം ഒപ്പീനിയൻ പോൾ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ 2019 ഒപ്പീനിയൻ പോളില് വീണ ജോർജിനെ 22% വോട്ട് കൊടുത്ത് തോപ്പിച്ചവരാണ് ഈ പറയുന്ന ഏഷ്യാനെറ്റിലെ മാധ്യമ സ്ഥാപനം ഒപ്പീനിയൻ പോൾ. ആ ഒരൊറ്റ കാരണം കൊണ്ട് വീണ ജോർജ് 2019 പാർലമെന്റ് തോറ്റുപോയി. ഈ പ്രാവശ്യം അവർക്ക് ഒപ്പീനിയൻ പോളിനോട് താല്പര്യമില്ല. കാര്യം ഒപ്പീനിയൻ പോൾ എന്ന് പറഞ്ഞ ഒരു മോശം സാധനമായിട്ട് അവർക്ക് മാറി. കാര്യം എന്താ? മുതലാളി തിരുവനന്തപുരത്ത് മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് പറയുന്നതിന് എനിക്ക് ഒരു മടിയില്ല. മുതലാളി തിരുവനന്തപുരത്ത് മത്സരിക്കുന്നുണ്ട്, അദ്ദേഹം തോറ്റു പോകുന്ന അങ്ങനെ പറയും. അല്ല പിന്നെ എന്തിനാ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി നിങ്ങൾ നിർത്തുന്നത്? ഇതാണ് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞ മൂലധന താല്പര്യം എന്ന് പറഞ്ഞാൽ. മൂലധനം മുടക്കുന്ന രാജീവ് ചന്ദ്രശേഖറാ. രാജീവ് ചന്ദ്രശേഖർ തോക്കുമെന്ന് ഏഷ്യാനെറ്റ് പറയാൻ പറ്റുമോ? ഇത് പറയുന്നതിന് ഈ പറഞ്ഞ ഒരു കാരണത്താൽ എന്നെ ആരിലും വന്ന് തല്ലിക്കൊല്ലുന്നതിന് കൊന്നോട്ട്. അത് അതിനൊരു തെറ്റില്ല. ഇതാണ് മാധ്യമങ്ങളുടെ കപടത. പിന്നെ ഈ പറഞ്ഞ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിയാസിനോട് ചോദിച്ചായിരുന്നു. ആ കാശിന്റെ കാര്യവും പാസ്പോർട്ടിന്റെ കാര്യവും വളരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറെ എടുത്ത് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അതങ്ങ് അദ്ദേഹം മറന്നുപോയെന്ന് തോന്നുന്നു. ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്, കോൺഗ്രസ്സുകാർക്ക് ഒരു അവസരമുണ്ട്. കിട്ടിയ പൈസയുടെ കണക്ക് വ്യക്തമായി ഒന്ന് വെളിവിടാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് സുതാര്യത കൂടും. കോൺഗ്രസ് പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ്. പിന്നെ വധേര കൊടുത്ത കാശിനെ കുറിച്ച് പറഞ്ഞല്ലോ, എന്തിനു കൊടുക്കുന്നു പോലും കൊടുക്കാതെ, കോൺഗ്രസ്സുകാർക്ക് പോലും കൊടുക്കാതെ വധേര BJP കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ രസം. ശരി, ഇവിടെ നിയാസ്, ഈ വിധിയോടെ ഒരു കാര്യം ജനത്തിന് മനസ്സിലായി. 2016 മുതൽ കേരളം ഭരിക്കുന്ന പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ സർക്കാരുകളോ ഒരു തരത്തിലുള്ള സഹായവും CMRLനോ ആ CMRLൻ്റെ ഭാഗമായിട്ടുള്ള KMREL എന്ന കമ്പനിക്കോ ചെയ്തിട്ടില്ല. മാത്രവുമല്ല, ഈ കാലയളവിൽ ഭൂപരിധി ഇളവിനായി അവർ കൊടുത്ത 2 അപേക്ഷകൾ തള്ളുകയും ചെയ്തു എന്ന് വളരെ വ്യക്തമായി ഒരു കോടതി വിധിയിലൂടെ പറഞ്ഞതോടുകൂടി തന്നെ ആ കമ്പനികൾക്ക് ഒരു ഇളവും ഒരൊത്താശയും അവർക്ക് ആ മേഖലയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഈ സർക്കാർ ചെയ്തിട്ടില്ല, മുഖ്യമന്ത്രി ചെയ്തിട്ടില്ല എന്ന് നല്ലവണ്ണം മനസ്സിലാകുന്നതിന് ഈ വിധി ഇടയാക്കിയല്ലോ. നോക്കൂ, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ആശ്വസിക്കണമെങ്കിൽ ആശ്വസിക്കാം. പക്ഷേ അന്വേഷണങ്ങൾ വിവിധ ഏജൻസികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നിയമപോരാട്ടം അത് അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഈ കോടതി വിധി ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടത് ഇതിന് അപ്പീൽ കോടതിയാണ്. അപ്പീൽ കോടതി പരിശോധിക്കട്ടെ, അപ്പീൽ കോടതിയുടെ വിധി വരട്ടെ, വിധി വന്ന് നമുക്ക് തീരുമാനമെടുക്കാം. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ എൻ്റെ സുഹൃത്ത് ലാൽ പറഞ്ഞത് ഇവിടെ പിന്നെ പണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു വന്നത് അദ്ദേഹത്തിന് നേരിട്ട് പറയാൻ മടിയായതുകൊണ്ടാണ്. PVയുടെ കണക്ക് ഞാൻ ചോദിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് സ്വന്തം നാവിലെന്ന് ചോദിച്ചാൽ നാവ് അറിയും. അതുകൊണ്ട് അദ്ദേഹത്തിന് ആവശ്യം PVക്ക് നൽകിയ പണം അതിന്റെ ഞാൻ ചോദിക്കുന്നില്ല. ഞാനൊരു കാര്യം പറയാം. അദ്ദേഹത്തിന്റെ ആവശ്യം PVയുടെ പണത്തിന്റെ കണക്ക് ഞാൻ ചോദിക്കുന്നില്ല. PV എന്ന് പറയുന്ന ആള് അത് അദ്ദേഹം ആയിക്കോട്ടെ, എനിക്ക് വിരോധമില്ല. പിന്നെ കോൺഗ്രസ് പറഞ്ഞു തനിക്ക് പണം കിട്ടിയെന്ന് എത്രയാണെന്ന് പറയൂ, ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങളെ കണക്കുണ്ട്. PVയുടെ കണക്ക് ആദ്യം പറ. PVയുടെ കണക്ക് പറഞ്ഞാൽ RCയുടെ കണക്ക് പറയാം. ഞങ്ങൾക്ക്
ഞങ്ങൾക്ക് കിട്ടിയ പണം ഞങ്ങളുടെ പാർട്ടിയുടെ ശരി. കണക്കിലുണ്ട്. PV-യുടെ കണക്ക്, PV-യുടെ പണം, PV കഴിഞ്ഞ പണം CPM-ന്റെ പാർട്ടി കണക്കിലുണ്ടോ? ശരി, ഇനി സജീഷിന്റെ മറുപടിയിലേക്ക് സജീഷിന്റെ മറുപടി. ഇപ്പോൾ നിയാസ് പറഞ്ഞു വെച്ചതിന് സജീഷിന്റെ മറുപടി. ഒരു കാര്യം അല്ല അദ്ദേഹത്തിന്റെ സജീഷിന്റെ അവസരം. നിയാസിനുള്ള പരിമിതി, പല കാര്യങ്ങളും അദ്ദേഹം വിഴുങ്ങി അങ്ങ് പോവുക, ആക്ഷേപങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. രമേശ് ചെന്നിത്തല പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണ് എനിക്ക് CMR-ൽ നിന്ന് പണം കിട്ടിയിട്ടുണ്ട് എന്ന്. ആ പണം എത്രയാണ് എന്ന് കോൺഗ്രസ് പറയേണ്ടതുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, അത് പറയാൻ തയ്യാറല്ല. രണ്ടാമത്തത്, എന്തിനാണ് റോബർട്ട് വധേര ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിന് പോലും പണം കൊടുക്കാതെ BJP-ക്ക് 170 കോടി രൂപ കൊടുത്തതെന്ന് പറയണം. പിണറായി വിജയൻ പണം വാങ്ങിയിട്ടില്ല. പിണറായി വിജയൻ പണം വാങ്ങുന്ന പ്രശ്നവുമില്ല. അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉൾപ്പെടെ ആർക്കെതിരെയാണ്? ഞാൻ പണം വാങ്ങിയെന്ന് സംബന്ധിച്ച രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയാണ് അന്വേഷണം. 168 കോടി രൂപയുടെ കാര്യത്തിലാണ് അന്വേഷണം, അല്ലാതെ മറ്റുള്ള അന്വേഷണമല്ല. അതാണ് ആ അന്വേഷണം പൂർത്തിയാകുമ്പോ ആരാണ് പ്രയാസത്തിലേക്ക് വരിക എന്ന് നിങ്ങൾക്ക് പിന്നെ കാണാം. ശരി, ഏതായാലും വളരെ പ്രസക്തമായ, വളരെ ഗൗരവമായ വിഷയമായി തന്നെ മാത്യു കുഴൽനാടന്റെ മാത്യു കുഴൽനാടന്റെ ഹർജി തള്ളുമ്പോൾ അതൊരു കേവല ഹർജി തള്ളുക എന്ന നിലയിലേക്കല്ല, അതിനൊരുപാട് രാഷ്ട്രീയ മാനങ്ങളുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായ ഹർജി എന്ന് കോടതി പറയുന്നു. അങ്ങനെ രാഷ്ട്രീയ പ്രേരിതമായ ഹർജി എന്ന് പറയുമ്പോൾ അതിൻ്റെ തിരിച്ചടി കോൺഗ്രസ് പാർട്ടിക്ക് കൂടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ചർച്ചയിൽ 3 പേരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ വിധിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിരവധിയായ സാഹചര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചത്. 3 പേർക്കും നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.